സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോയ്സിയുടെ സമദൂരം തുടരുന്നു. ഭാഗം 38. അവതരണം സിന്ധു അശോക്. ആദ്യ ദിവസങ്ങളിൽ ചന്ദ്രബാബുവും ശ്രീനിവാസനും രഘുവരനും ഹോസ്പിറ്റലിൽ മാറി മാറി ജയശ്രീയുടെയും മക്കളുടെയും ശുശ്രൂഷയ്ക്ക് നിന്നു. പതുക്കെ പതുക്കെ അവർ പിന്മാറി. പകരം കൃഷ്ണകുമാരിയും ഗീതാമണിയും വന്നു. രേഷ്മയും ഇന്ദിരയും ഗുരുതരാവസ്ഥ തരണം ചെയ്തു വരുന്നുണ്ടായിരുന്നു. ജയശ്രീ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് തീർച്ചയില്ലാതെ ആഴ്ചകളോളം കിടന്നു. ശ്രീനിവാസന്റെ കയ്യിൽ നിന്ന് പണം ചോർന്നു പോയിക്കൊണ്ടിരുന്നു. രാത്രികളിൽ അയാൾ മലവെള്ളപ്പാച്ചിലിൽപ്പെട്ട് മുങ്ങിപ്പൊങ്ങി ഒഴുകിപ്പോകുന്നതും വെള്ളച്ചാട്ടത്തിലൂടെ കുത്തനെ അനേകായിരം അടി താഴേക്ക് പതിക്കുന്നതും മതം പൊട്ടിയ കൊമ്പനാന മരുഭൂമിയിലൂടെ അയാളെ പിന്തുടർന്ന് ഓടിക്കുന്നതും പേക്കിനാവ് കണ്ട് ഞെട്ടിയുണരുക പതിവായി. വർദ്ധിച്ച ഋണബാധ്യത അരൂപിയായ ഭീകര സത്വത്തെപ്പോലെ വാവിളർന്ന് കൺമുന്നിൽ നിൽക്കുന്നത് മനക്കണ്ണിൽ അയാൾക്ക് കാണാമായിരുന്നു. വരുമാനം ഒന്നുമില്ല. കുടുംബത്തിൻ്റെ ഏക വരുമാന സ്രോതസ്സായിരുന്ന റൈസ് മില്ല് വിറ്റിട്ട് 1 വർഷത്തോളമാകുന്നു. അതിൽ നിന്നും കിട്ടിയ പണം അത്രയും ആനന്ദക്കുറുപ്പിൻ്റെ മോഡേൺ റൈസ് മില്ലിൽ മുടക്കി. ഉണ്ടായിരുന്ന കളങ്ങൾ അത്രയും ലക്ഷ്മി ഫൈനാൻസിയേഴ്സിൽ ഈടുവെച്ച് കിട്ടാവുന്നത്ര പണം വാങ്ങി. ഒരു മൂച്ചിത്തോട്ടം ഉണ്ടായിരുന്നത് പാട്ടത്തിന് കൊടുത്തു. ഇനി അന്നന്നത്തെ ചെലവിനുള്ള വക കണ്ടെത്താൻ പോലും പ്രയാസമായി. പണം വിട്ട് റോള് ചെയ്തും മറിച്ചും തിരിച്ചും കളിച്ച കളികളൊക്കെ ആസന്നപതനത്തിലെത്തി നിന്നു. അതിനിടയ്ക്കാണ് ജയശ്രീയുടെയും മക്കളുടെയും ആത്മഹത്യാശ്രമവും ആശുപത്രിവാസവും. തൃശ്ശൂരിലേക്കുള്ള പോക്കുവരവിന് കാറും ജീപ്പും ഉപയോഗിക്കുന്നത് നിർത്തി. പെട്രോളോ ഡീസലോ ഒഴിക്കാനുള്ള പണം കടം വാങ്ങേണ്ടിയിരുന്നു. പെട്രോൾ പമ്പിൻ്റെ ഉടമ പറ്റു തീർക്കാതെ ഇനി കടം കൊടുക്കാൻ പറ്റില്ലെന്ന് ശ്രീനിവാസനോട് തീർത്തു പറയുക കൂടി ചെയ്തതോടെ മാത്തൂരെ വാഹനങ്ങൾക്ക് വിശ്രമമായി. തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോയി വരാനുള്ള ബസ് കൂലിക്ക് പോലും ചില ദിവസങ്ങളിൽ ബുദ്ധിമുട്ടി. ഹോസ്പിറ്റലിൽ ദിനം പ്രതി നല്ലൊരു തുക ചെലവായിക്കൊണ്ടിരുന്നു. വിലപിടിച്ച മരുന്നുകളെല്ലാം പുറമേ നിന്ന് വാങ്ങേണ്ടി വന്നു. അല്പമെങ്കിലും രക്ഷപ്പെട്ടു നിന്നത് ചന്ദ്രബാബു മാത്രമായിരുന്നു. ജന്മനാ വക്രബുദ്ധിയായ അയാൾ തൻ്റെ കയ്യിൽ നിന്ന് കൂടുതൽ പണം ചെലവാകാതിരിക്കാൻ ശ്രമിച്ചു. റൈസ് മില്ല് നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് തന്നെ അയാൾക്ക് ചില രഹസ്യ അക്കൗണ്ടുകളും മറ്റുള്ളവർക്ക് അജ്ഞാതമായ ഡിപ്പോസിറ്റുകളും ഉണ്ടായിരുന്നു. എങ്കിലും വരുമാനമില്ലാതെ മാസങ്ങളുടെ തുടർച്ചയിൽ അയാളുടെ കരുതൽ ശേഖരവും ക്രമേണ ശുഷ്കിച്ചു വന്നു. ഹോസ്പിറ്റലിൽ പെങ്ങൾക്കും മക്കൾക്കും വേണ്ടി അയാൾക്കും അല്പം കൈ അയക്കേണ്ടി വന്നു. അക്കൂട്ടത്തിൽ തന്നെ ഗൗരിദാസന്റെ കേസ് നടത്തിപ്പ് ചുമതലയും ചന്ദ്രബാബുവിൻ്റെ ചുമലിൽ തന്നെ വന്നുകൂടി. 30 ദിവസത്തെ റിമാൻഡ് കാലാവധി കഴിയുമ്പോൾ ഗൗരിദാസനെ ജാമ്യത്തിൽ ഇറക്കേണ്ട കടമയും ചന്ദ്രബാബുവിൻ്റേതായിരുന്നു. തെളിവെടുപ്പിന് കൊണ്ടുപോകുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ മുതൽ സബ് ജയിലിൽ വരെ പണം വാരി വിതറേണ്ടിയിരുന്നു. മാത്തൂർ തറവാട്ടിൽ അശാന്തിയും അതൃപ്തിയും അസ്വസ്ഥതകളും പുകഞ്ഞുകൊണ്ടിരുന്നു. ജയശ്രീയുടെയും മക്കളുടെയും ശുശ്രൂഷയെ ചൊല്ലി കൃഷ്ണകുമാരിയും ഗീതാമണിയും തമ്മിൽ പിണങ്ങി. കണ്ടാൽ മിണ്ടാതായി. ഗീതാമണി തൻ്റെ മക്കളോടും നിർദ്ദേശിച്ചു, ഇനിമേൽ കൃഷ്ണേച്ചിയുടെ വീട്ടിൽ കാലുകുത്തിയുകയോ അവിടെയുള്ളവരോട് മിണ്ടുകയോ ചെയ്യരുത്. മക്കൾ അത് അക്ഷരം പ്രതി അനുസരിച്ചു. തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രേഷ്മയും ഇന്ദിരയും അപകടനില പിന്നിട്ട് കിടക്കിയിൽ എഴുന്നേറ്റിരുന്നു. അവർ ഭക്ഷണം കഴിക്കാനും സംസാരിക്കാനും തുടങ്ങി. ജയശ്രീ കുറേ ദിവസം കൂടി കോമായിൽ കിടന്നു. അവളുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം തളർന്നു പോയിരുന്നു. ഗീതാമണിയും കൃഷ്ണകുമാരിയും ഹോസ്പിറ്റലിൽ വരുന്നത് നിർത്തി. അവരുടെ ശീതസമരം ഭർത്താക്കന്മാരിലേക്കും സംക്രമിച്ചു. കൃഷ്ണകുമാരി ശ്രീനിവാസനോട് പറഞ്ഞു, ബാബുവിൻ്റെ കയ്യിൽ പൂത്ത പണമുണ്ട്. മില്ല് നടത്തിക്കൊണ്ടിരുന്ന കാലത്ത് കണക്കിൽപ്പെടുത്താതെ തട്ടിച്ചും കള്ളക്കണക്ക് എഴുതി ഉണ്ടാക്കിയ പണമാണത്. സത്യം പറഞ്ഞാൽ നമുക്കും കൂടി അവകാശപ്പെട്ട പണം. വേറെ പണം കായ്ക്കുന്ന മരമൊന്നും അവർക്കില്ലല്ലോ. ഇനി ജയിക്കും മക്കൾക്കും കൂടി അവർ പണം മുടക്കട്ടെ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? നിത്യച്ചെലവ് കഴിയണമെങ്കിൽ കടം വാങ്ങണമല്ലോ. ഭാര്യയുടെ വാദഗതി ശരിയാണെന്ന് ശ്രീനിവാസനും തോന്നി. കൃഷ്ണകുമാരി ഹോസ്പിറ്റലിൽ പോകാതായതോടെ ഗീതാമണിയും നിർത്തി. അവൾ ചന്ദ്രബാബുവിനോട് പറഞ്ഞു, നമുക്ക് മാത്രം എന്താ ഇത്ര സൂക്കേട്? ബാബുവേട്ടനെ മാത്രം പെങ്ങളും മരുമക്കളും അല്ലല്ലോ. വേറൊരുത്തൻ കയ്യും വീശി ഇതിലെ നടപ്പുണ്ട്. രഘു കാൽക്കാശ് ചിലവാക്കിയിട്ടുണ്ടോ അവൻ? എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്വം തന്നെയാണല്ലോ. അവനാണ് കൂട്ടത്തിൽ സുഖിമാൻ. ജലജി ഒന്ന് തുമ്മി കാണിച്ചാൽ മതി. വെരിക്കള സുരേന്ദ്രൻ വാരി കോരി കൊടുക്കും. അവർക്കാണെങ്കിൽ മക്കളും പ്രാരാബ്ദങ്ങളും ഒന്നും ആയിട്ടുമില്ല. ശരിയെന്ന് ചന്ദ്രബാബുവിന് തോന്നി. അയാൾ ഒരു ദിവസം രഘുവരൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു, നീ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടന്നാൽ പറ്റില്ല. ഞാനും ശ്രീനിയേട്ടന് ഞങ്ങളെക്കൊണ്ടാവത് ചെയ്തു കഴിഞ്ഞു. ആകാശത്തു നിന്ന് തൂക്കിയിട്ട മാജിക് കയറാ ഞങ്ങളുടെ കടം. അതിൽ പിടിച്ച് തൂങ്ങിക്കിടക്കുക. അതിൻ്റെ മറ്റേ അറ്റം എവിടെയെങ്കിലും കെട്ടിയിട്ടുണ്ടോ? അതിനൊരറ്റമുണ്ടോ എന്നൊന്നും അറിഞ്ഞുകൂടാ. എപ്പോൾ വേണമെങ്കിലും മൂക്കുകുത്തി നിലത്ത് വീഴാം. നീ സഹായിച്ചേ പറ്റൂ. ഞങ്ങളെയല്ല, ജയയും മക്കളെയും. സഹായത്തിൻ്റെ പേരും പറഞ്ഞ് ആരും ഇങ്ങോട്ട് പോരല്ലേ. മാത്തൂര് താമസിച്ചിരുന്ന കാലത്ത് എല്ലാവരുടെയും തനിനിറം വേണ്ടുവോളം കണ്ടവളാ ഞാൻ.
എന്നോട് പെരുമാറിയതുപോലെ തിരിച്ചും പ്രതീക്ഷിക്കാം. അത്രയും സന്മനസ് കാണിച്ചാൽ മതിയല്ലോ ഞാൻ. ജലജ ഉൾപ്പകയോടെ പറഞ്ഞു. ജലജെ, പഴയ കാര്യങ്ങൾ ഓർത്തിരുന്ന് പകരം വീട്ടേണ്ട സമയമല്ല ഇത്. പരസ്പരം സഹായിക്കേണ്ട സന്ദർഭമാണ്. ബിരുക്കള സുരേന്ദ്രൻ്റെ, അതായത് എൻ്റെ അച്ഛൻ്റെ നേരിട്ടുള്ള സഹായം വല്ലതും കിട്ടുമെങ്കിൽ വാങ്ങിച്ചു. ഈ കൈവഴി കൂടെ എങ്ങോട്ടും ഒഴുകി ചെല്ലില്ല പണം. ഇപ്പോഴും പണിതീരാത്ത ഒരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നട്ടലില്ലാത്ത എൻ്റെ ഭർത്താവ് പറയും ബിരുക്കള സുരേന്ദ്രൻ്റെ ഉപേക്ഷ കൊണ്ടാണെന്ന്. മാത്തൂരെ ഇളയ സന്തതിക്ക് വിശ്രമ വസതി ഒരുക്കി കൊടുക്കേണ്ട കടമ എൻ്റെ അച്ഛൻ്റേതാണല്ലോ. ചുരുക്കത്തിൽ ജയശ്രീയും മക്കളും ഉപേക്ഷിക്കപ്പെട്ട നിലയിലായി. ഒടുവിൽ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഇന്ദിരയുടെ കയ്യിൽ ഏതാനും കറൻസി നോട്ടുകൾ ചുരുട്ടി വെച്ച് കൊടുത്തിട്ട് ശ്രീനിവാസൻ പറഞ്ഞു, എപ്പോഴും എനിക്ക് ഓടി വരാൻ പറ്റില്ല. ഒരുപാട് പണിത്തിരക്കുണ്ട്. ദാസൻ്റെ കേസ് നടത്തിപ്പ് പോലും അവതാളത്തിലാണ്. എല്ലാം ഒന്ന് നേരെയാകാൻ കുറച്ച് ദിവസം പിടിക്കും. നിങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാറായല്ലോ. സൂചന ഇന്ദിരയ്ക്കും രേഷ്മയ്ക്കും മനസ്സിലായി. ശ്രീനിയങ്കൾ തങ്ങളെക്കൊണ്ട് മടുത്തിരിക്കുന്നു. ഇതൊന്നും അറിയാതെ വിഷം മന്ദീഭവിച്ച നാഡികളുടെ തടവിൽ മെല്ലെ ഉയർന്നു താഴുന്ന ശ്വാസമായി ദുർബലമായ ഒരു ഹൃദയമിടിപ്പായി ജയശ്രീ കിടന്നു. ശ്രീനിവാസൻ പോയതിന് പിറ്റേന്ന് ഗോപിനാഥൻ ജയശ്രീയെയും മക്കളെയും കാണാൻ ഹോസ്പിറ്റലിലെത്തി. രേഷ്മ അയാളുടെ മുന്നിലിരുന്ന് കരഞ്ഞു. 3 പേരുടെ ജീവനെടുക്കാൻ ആ വിഷം തികയൂന്ന് കരുതിയതാ ഞങ്ങൾക്ക് പറ്റിയ തെറ്റ്. അത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളുടെ കയ്യിൽ. അമ്മ അപ്പോഴേ സംശയിച്ചതാ തികഞ്ഞേക്കില്ലാന്ന്. ഇപ്പം ജീവിച്ചുമില്ല മരിച്ചുമില്ല. ഇനി രണ്ടാമതൊന്ന് ശ്രമിക്കാമെന്ന് വെച്ചാൽ ധൈര്യത്തിന് അമ്മയുമില്ല കൂടെ. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. എന്താ ചെയ്യണ്ടേ? ഗോപിനാഥൻ നിറകണ്ണുകളോടെ നിസ്സഹായരായ 2 പെൺകുട്ടികളെയും ചേർത്ത് പിടിച്ച് ചുമലിൽ തട്ടി. അയാൾ അവർക്ക് തുണയായി ഹോസ്പിറ്റലിൽ തന്നെ നിന്നു. ഹോസ്പിറ്റലിൽ നിന്ന് തങ്ങൾ ഡിസ്ചാർജ് ചെയ്യപ്പെട്ടപ്പോൾ രേഷ്മയും ഇന്ദിരയും എന്തു വേണമെന്നറിയാതെ പകച്ചുപോയി. ഞങ്ങൾ എങ്ങോട്ടാ പോകേണ്ടത്? അമ്മയെ എന്തു ചെയ്യും? ഇന്ദിര ചോദിച്ചു. എല്ലാറ്റിനും നമുക്ക് പരിഹാരമുണ്ടാക്കാം. നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക. ഗോപിനാഥൻ അവരെ ആശ്വസിപ്പിച്ചു. അയാൾ ഡോക്ടറെ കണ്ട് സംസാരിച്ചു. കോമായിൽ കിടക്കുന്ന പേഷ്യൻറ്റിനെയും വേണമെങ്കിൽ ഡിസ്ചാർജ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ കിടത്തിയിട്ടും വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പരാലിസിസ് കൂടി ബാധിച്ചതായി ഏറെ പ്രശ്നമായത്. വീട്ടിലേക്ക് കൊണ്ടുപോയാലോ? ഒരു ഹോം നേഴ്സിനെ വെച്ചുള്ള ട്രീറ്റ്മെൻറ്റുകളേ ഉള്ളൂ. വാട്ടർ ബെഡ് ഉപയോഗിക്കേണ്ടി വരും. ഒരേ കിടപ്പിൽ പുറം പൊട്ടി വ്രണമാകാതെ സൂക്ഷിക്കണം. ഗോപിനാഥൻ ഇന്ദിരയെയും രേഷ്മയെയും കണ്ട് വിവരമറിയിച്ചു. നമുക്ക് അമ്മയെ ഡിസ്ചാർജ് വാങ്ങി കൊണ്ടുപോകാം. ഒരു ഹോം നേഴ്സിനെ വെച്ച് ശുശ്രൂഷിച്ചാൽ മതിയെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അല്ലെങ്കിൽ എക്കാലത്തും ആശുപത്രിയിൽ കിടത്താൻ പറ്റില്ലല്ലോ. മാത്രമല്ല പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളല്ലേ നിങ്ങൾ? അത് തുടരണ്ടേ? രേഷ്മയും ഇന്ദിരയും ദുഃഖകഥ കേൾക്കുന്ന മട്ടിൽ അയാളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തെ? അങ്കിള് പറയുന്നതൊക്കെ കേൾക്കണുണ്ട്. വീട്, ഹോം നേഴ്സ്, പഠിപ്പ്, ജീവിതം. ആരുണ്ട് ഞങ്ങളെ സഹായിക്കാൻ? ഞാനില്ലേ? അതുപോലെ എല്ലാവരും സഹായിക്കും. തൃപ്പാളൂരിലെ വീട്ടിൽ താമസിക്കേണ്ട. ആളുകളുടെ പരിഹാസവും നിന്ദയും വെറുപ്പും ഒക്കെ കാണുകയും കേൾക്കുകയും ചെയ്യേണ്ടി വരും. തൽക്കാലം നമുക്കൊരു വാടക വീടെടുത്ത് അങ്ങോട്ട് മാറി താമസിക്കാം. പരിചയക്കാരില്ലാത്ത, ആരും തിരിച്ചറിയാത്ത ഒരു സ്ഥലത്ത്. അതോടെ പാതി പ്രശ്നം തീരും. നിങ്ങളുടെ മനസ്സ് പതറാതിരുന്നാൽ മതി. എല്ലാം നേരെയാകും. ഗോപിനാഥൻ ആശ്വസിപ്പിച്ചു. അടുത്ത ദിവസം ജയശ്രീയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ഗോപിനാഥൻ ആംബുലൻസ് വിളിച്ച് തയ്യാറാക്കി നിർത്തിയിരുന്നു. ജയശ്രീയെ സ്ട്രെച്ചറിൽ തള്ളിക്കൊണ്ടുവന്ന് അതിൽ കയറ്റി. ഡ്രൈവറും അറ്റൻഡറും കയറി. പിന്നെ ഇന്ദിരയും രേഷ്മയും. ഒടുവിൽ ഗോപിനാഥൻ തൃശ്ശൂരിൽ നിന്ന് അവർ പാലക്കാട്ടേക്ക് തിരിച്ചു. 2 മണിക്കൂറിന് ശേഷം പാലക്കാട്ട് യാക്കരയ്ക്കടുത്ത് നിളാനഗർ ഹൗസിംഗ് കോളനിയിലെ ഒരു വീടിൻ്റെ ഗേറ്റിന് മുന്നിൽ ചെന്ന് നിന്ന് ആംബുലൻസ് ഹോൺ മുഴക്കി. ഗേറ്റിനപ്പുറത്തെ വീടിൻ്റെ മുൻവാതിൽ തുറക്കപ്പെട്ടു. രാഖി സിറ്റൗട്ടിലേക്ക് ധൃതിയിലെ മുറ്റത്തേക്ക് ഓടി വന്ന് ഗേറ്റ് തുറന്നു. തൊട്ടു പിന്നാലെ സാരിയെടുത്ത മറ്റൊരു യുവതിയും കൂടി സിറ്റൗട്ടിലേക്ക് വന്നു. ആംബുലൻസ് മുറ്റത്തേക്ക് കയറി പോർച്ചിനടുത്തായി നിന്നു. ജയശ്രീയെ ആംബുലൻസിൽ നിന്ന് ഇറക്കാൻ രാഖിയും ഗോപിനാഥനും അറ്റൻഡറെ സഹായിച്ചു. സിറ്റൗട്ടിൽ നിന്ന് യുവതി ജയശ്രീയെ കിടത്തിയ സ്ട്രെച്ചറിന് മുമ്പേ വഴികാട്ടിയെപ്പോലെ നീങ്ങി. ഒരു മുറിയുടെ വാതിൽ അവർ തുറന്നു. സ്ട്രെച്ചർ അകത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ശയ്യാവലംബിയായ രോഗിക്ക് വേണ്ടി പ്രത്യേക സജ്ജീകരിക്കപ്പെട്ട മുറിയായിരുന്നു അത്. ചാഞ്ഞും ചെരിഞ്ഞും കിടക്കാൻ തക്ക വിധം ക്രമീകരിക്കാവുന്ന, ആശുപത്രികളിൽ മാത്രം കാണാറുള്ള തരം കട്ടിൽ, അതിനുമീതെ വാട്ടർ ബെഡ്, രോഗിക്ക് വേണ്ടുന്ന മറ്റ് ആധുനികമായ ഉപകരണങ്ങളും സൗകര്യങ്ങളും. രേഷ്മയും ഇന്ദിരയും മുഖത്തോട് മുഖം നോക്കി. എല്ലാം മുൻകൂർ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇത് ഹോം നേഴ്സ്, പേര് സുനിത. ഗോപിനാഥൻ സാരി എടുത്ത യുവതിയെ അവർക്ക് പരിചയപ്പെടുത്തി. ജയയുടെ കാര്യങ്ങൾ സുനിത നോക്കിക്കോളും. നിങ്ങൾ വാ. ഗോപിനാഥൻ ഇന്ദിരയെയും രേഷ്മയെയും കൂട്ടിക്കൊണ്ടുപോയി വീട്ടിലെ മറ്റു മുറികൾ കാണിച്ചു.
ചെറുതെങ്കിലും ഭംഗിയുള്ള ഭവനം. അത് നന്നായി ഫർണിഷ് ചെയ്തിരുന്നു. പുത്തൻ പുതുമ മണക്കുന്ന വീട്ടുപകരണങ്ങൾ. വാടക വീടാ, ഇവിടെ നിങ്ങളെ ആരും തിരിച്ചറിയില്ല, ഗോപിനാഥൻ പറഞ്ഞു. തൃപ്പാളൂരെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് പോയി എടുത്തുകൊണ്ട് വരാം. എടുക്കാനുണ്ട്, ഇന്ദിര പറഞ്ഞു. ആംബുലൻസ് പറഞ്ഞയച്ചിട്ട് ടാക്സി പിടിച്ചാണ് ഗോപിനാഥൻ രേഷ്മയെയും കൂട്ടി തൃപ്പാളൂരിലേക്ക് പോയത്. അവിടെ പൂട്ടിയിട്ടിരുന്ന വീട് തുറന്ന് ഡ്രസ്സും പഠനത്തിനുള്ള പുസ്തകങ്ങളും നോട്ട് ബുക്കുകളും അത്യാവശ്യം ചില ചെറുകിട വീട്ടുപകരണങ്ങളും എടുത്തു. തിരികെ പോരാൻ നേരം വീട് പൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ രേഷ്മ ചോദിച്ചു, ഈ വീടിനി എന്തു ചെയ്യും? ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുക്കാം. അതിനു മുമ്പ് നിന്റെ അച്ഛൻ ഇത് വിൽക്കേണ്ടി വന്നേക്കാം. പണം വാരി തൂവിയാലേ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ. ശമ്പളമായിട്ടും കിമ്പളമായിട്ടും കിട്ടിക്കൊണ്ടിരുന്ന പണമെല്ലാം മദ്യത്തിനും മദിരാക്ഷിക്കും വേണ്ടി ദൂർത്തടിച്ചവന് ഇനി ഇതല്ലേ ഉള്ളൂ സമ്പാദ്യം. രേഷ്മ പിന്നെ ഒന്നും ചോദിച്ചില്ല. അവർ നിളാനഗർ ഹൗസിംഗ് കോളനിയിൽ മടങ്ങിയെത്തി. വൈകുന്നേരം ഗോപിനാഥൻ മടങ്ങിപ്പോകാൻ ഒരുങ്ങി. രാഖിമോൾ ഉണ്ടാകും നിങ്ങളുടെ കൂടെ. എല്ലാം ഒന്ന് ചിട്ടിയായി വരുന്നത് വരെ. കഴിഞ്ഞതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ഇതിനേക്കാൾ മോശമായ അവസ്ഥയെന്ന് പൊരുതി കയറിയ എത്രയോ മനുഷ്യരുണ്ട് ലോകത്ത്, ഗോപിനാഥൻ ആശ്വസിപ്പിച്ചു. പിടികിട്ടാത്ത ഒരു ചോദ്യമേ ഉള്ളൂ മനസ്സിൽ, ഇന്ദിര പറഞ്ഞു. ഞങ്ങളെ സഹായിക്കാൻ അങ്കിളിന് എങ്ങനെ തോന്നി? എവിടുന്നുണ്ടായി അതിനുള്ള പണം? ഞങ്ങളുടെ വീടും അങ്കിളിൻ്റെ വീടുമായി അത്ര വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇതുവരെ. ആദ്യം മുതലേ ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു നിങ്ങളെപ്പറ്റി. നിങ്ങൾ ആശുപത്രിയിലായതിൻ്റെ പിറ്റേന്ന് മുതൽ. അന്ന് ശുശ്രൂഷിക്കാൻ മത്സരിച്ച ആളുണ്ടായിരുന്നല്ലോ, നിങ്ങളുടെ മാമന്മാർ. അവരിടയ്ക്ക് വിട്ടുവെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ പണം. എനിക്ക് നല്ലൊരു ജോലിയുണ്ടിപ്പോൾ. എൻ്റെ മക്കൾക്ക് ജോലിയുണ്ട്. ആരോട് ചോദിച്ചാലും കടം കിട്ടും. തൽക്കാലം ഇത്രയും അറിഞ്ഞാൽ മതി. ഗോപിനാഥൻ പോയി. ഇന്ദിരയ്ക്കും രേഷ്മയ്ക്കും രാഖിമോളെ നേരത്തെ പരിചയമുണ്ടായിരുന്നു. വിശേഷാവസരങ്ങളിൽ കുടുംബാംഗങ്ങൾ മാത്തൂർ തറവാട്ടിൽ ഒത്തുകൂടുമ്പോൾ തമ്മിൽ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഖിമോൾ രണ്ടുപേരോടും ദയയോടും സ്നേഹത്തോടും കൂടി പെരുമാറി. മീനാക്ഷിയുടെ കാർ ഗോപിനാഥൻ്റെ വീടിന് മുന്നിൽ റോഡരികിൽ വന്നു നിന്നു. മീനാക്ഷി ഡോർ തുറന്ന് കാറിൽ നിന്നിറങ്ങി. അവൾ ഗോപിനാഥൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നു. ഒഴിവു ദിവസമായതിനാൽ ശ്രീജയും ഗൗരിയും വീട്ടിലുണ്ടായിരുന്നു. മീനാക്ഷിയുടെ കാർ കണ്ടതും ശ്രീജ കൗസല്യയെ വിളിക്കാൻ ഓടി. ഗൗരി മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന് മീനാക്ഷിയെ സ്വീകരിച്ചു. ഗോപിമാമനില്ലേ ഇവിടെ? ഇല്ല, പാലക്കാട്ട് പോയതാ. കൗസല്യ എങ്ങു നിന്നോ പരതി പാഞ്ഞെത്തി. മീനാക്ഷി അല്പം ഗൗരവത്തിൽ കുശലാന്വേഷണങ്ങൾ നടത്തി. ഗൗരി അവൾക്ക് കുടിക്കാൻ ചായ ഇട്ട് കൊടുത്തു. പാതി കുടിച്ച ചായ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ച ശേഷം മീനാക്ഷി അകത്തേക്ക് ചെന്ന് ശ്രീജയെ വിളിച്ചു. ശ്രീജ ബഹുമാനത്തോടെ വാതിലിനരികെ വന്നു നിന്നു. ഗോപിമാമനോട് ഞാൻ പറഞ്ഞിരുന്നു ചേച്ചിക്ക് വേണ്ടി ഒരു കല്യാണം ആലോചിക്കണമെന്ന്. ഇപ്പം മാസങ്ങളായി ഇതുവരെ ഒരനക്കവുമില്ല. ശ്രീജ ഒന്നും മിണ്ടാതെ തലതാഴ്ത്തി നിന്നു. ഞാൻ ശ്രീജേച്ചിക്ക് വേണ്ടി ഒരു വിവാഹം ആലോചിച്ചിട്ടുണ്ട്. മലമ്പുഴയിലാണ് വീട്. സ്വന്തം വീടും ബിസിനസ്സും ഒക്കെ ഉണ്ട്. കണ്ടിട്ട് കൊള്ളാമെന്ന് എനിക്ക് തോന്നി. ചേച്ചി എന്തു പറയുന്നു? എനിക്കിപ്പോൾ കല്യാണം വേണ്ടായിരുന്നു. കുറച്ച് നാളും കൂടി ജോലി ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, ശ്രീജ പറഞ്ഞു. അത്രയ്ക്കിഷ്ടമായ ജോലി? ശ്രീജ അതിന് മറുപടി പറഞ്ഞില്ല. ജോലി അവൾക്ക് ഇഷ്ടമായിരുന്നു. അതിനേക്കാൾ മീനാക്ഷിയുടെ വേണ്ടപ്പെട്ടയാൾ എന്ന നിലയിൽ അവൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ബഹുമാനം. ഓഫീസിലിരിക്കുമ്പോൾ മീനാക്ഷിയെ എന്നും കാണാം നല്ല പ്രൗഢിയിൽ കാറിൽ വന്നിറങ്ങുന്നത്. നേരെ ശ്രീജയുടെ മുമ്പിലേക്കാണ് കയറി വരിക. അവളോട് കുശലം പറഞ്ഞിട്ടേ മീനാക്ഷി മറ്റെങ്ങോട്ടും തിരിയൂ. മീനാക്ഷി അടുത്ത് വരുമ്പോൾ താൻ ഒരു കാന്തിക വലയത്തിലേക്ക് ആകർഷിക്കപ്പെട്ടതുപോലെ ശ്രീജയ്ക്ക് തോന്നും. അതിൽ മുക്തയായി നിന്നു പോകും. ശ്രീജയ്ക്ക് വയസ്സ് എത്രയായി? ശ്രീജ കൗസല്യയെ നോക്കി. 30. കൗസല്യ പറഞ്ഞു. അടുത്ത വ്യാഴാഴ്ച ഞാൻ പറഞ്ഞയാൾ ഇവിടെ വരും ശ്രീജേച്ചിയെ കാണാൻ. അന്ന് റൈസ് മില്ലിൽ വരേണ്ട കേട്ടോ. ശ്രീജ മെല്ലെ തലയാട്ടി. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്നോട് തുറന്നു പറയുക. ഞാൻ ഇഷ്ടപ്പെട്ടതാണല്ലോ എന്നുള്ളത് കണക്കാക്കണ്ട. മീനാക്ഷി യാത്ര പറഞ്ഞിറങ്ങി. വെള്ളിയാഴ്ച രാവിലെ മീനാക്ഷി ഓഫീസിൽ വന്നപ്പോൾ ശ്രീജ ജോലിക്ക് ഹാജരുണ്ട്. അന്ന് പതിവ് കുശലാന്വേഷണം ഒന്നുമില്ലാതെ മീനാക്ഷി നേരെ തൻ്റെ ഓഫീസ് റൂമിലേക്ക് പോയി. അവിടെ ചെന്ന് ഇരുന്ന ഉടനെ ഇൻ്റർകോമിലൂടെ ശ്രീജയെ വിളിച്ചു. ശ്രീജ എത്തി. ഇരിക്ക്. മീനാക്ഷി കസേര ചൂണ്ടിക്കാട്ടി. ശ്രീജ ഇരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞ ആൾ കാണാൻ വന്നിരുന്നോ? ഉവ്വ്. എപ്പോഴാ? ഉച്ചയ്ക്ക് മുമ്പ്. തമ്മിൽ സംസാരിച്ച് പരിചയപ്പെട്ടോ? ശ്രീജേച്ചിക്ക് ഇഷ്ടമായോ? അവളുടെ കവിളിൽ നാണം പൂത്തു. അയാൾക്ക് ഇഷ്ടമായോ? മേശയുടെ വിളുമ്പിൽ നഖമുരസിക്കൊണ്ട് ശ്രീജ മൂളി. അയാളുടെ പേരെന്താ? വിനോദ് ഉണ്ണി. നല്ല പേരാലേ. വിനോദെന്നും വിളിക്കാം, ഉണ്ണിയെന്നും വിളിക്കാമല്ലേ? മീനാക്ഷി പുഞ്ചിരി തൂകി. ശ്രീജയുടെ കണ്ണിൽ മിന്നാമിനുങ്ങ തെളിഞ്ഞു. ശരി, പൊയ്ക്കോ. ശ്രീജ എഴുന്നേറ്റു. മീനാക്ഷിയെ തന്നെ ഉറ്റു നോക്കി നിന്നു. എന്നെ ഇവിടുന്ന് ഉടനെ പറഞ്ഞയക്കുമല്ലേ? പോയാലും എപ്പോൾ വേണമെങ്കിലും വരാം. സ്ഥിരമായിട്ട് കസേര ഉണ്ടാവില്ലെന്നേ ഉള്ളൂ.
ഇവിടെ എൻ്റെ മുമ്പിൽ വന്നിരിക്കാമല്ലോ. ശ്രീജയുടെ കണ്ണിൽ നീർപ്പോള ഓളം വെട്ടി. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നടന്നു. വാതിൽ കടക്കുമ്പോൾ കണ്ണുകൾ ഒപ്പുകയും ചെയ്തു. സന്ദർശകയുണ്ടെന്ന് വാർഡൻ വന്ന് പറഞ്ഞപ്പോഴേ ദിനേശൻ ഊഹിച്ചു അത് മീനാക്ഷിയാണ്. അവൻ്റെ മനസ്സ് വല്ലാതെ തുടിച്ചു. കാണാൻ വയ്യെങ്കിലും ഗാർഡുകളുടെ പാദപതന ശബ്ദം അവൻ കേട്ടു. വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ അവൻ കമ്പിയഴികളിൽ പിടിച്ച് കാത്തു നിന്നു. അതിഹൃദ്യമായ ഒരു പരിമളം, സാരി ഉലയുന്ന മർമ്മരം, പിന്നെ അഴകിൻ്റെ നിറകുടം പോലെ സ്നേഹദീപ്തിയും അലിവും തുളുമ്പുന്ന മുഖം. കഴിഞ്ഞ തവണ വന്നപ്പോൾ കണ്ടതുപോലെയല്ല. ദിനേശിന് വളരെ മാറ്റമുണ്ടെന്ന് മീനാക്ഷിക്ക് തോന്നി. മരണം കാത്ത് തൂക്കുമരത്തിൻ്റെ നിഴലിൽ കിടന്ന് ഞെരുങ്ങുന്ന ദയനീയ രൂപമല്ല അത്. നല്ല ആത്മവിശ്വാസവും പ്രതീക്ഷയും ഓളം വെട്ടുന്ന കണ്ണുകൾ. സുപ്രീം കോടതി അപ്പീൽ സ്വീകരിച്ച വിവരം ഞാൻ അറിയിച്ചായിരുന്നല്ലോ, മീനാക്ഷി അവനോട് പറഞ്ഞു. അപ്പീലിന്മേലുള്ള വാദം കേട്ടു തുടങ്ങി. അത് പറയാനും കൂടിയാണ് ഞാനിപ്പോൾ വന്നത്. കേസ് മിക്കവാറും വെറുതെ വിടുമെന്ന് നമ്മുടെ വക്കീൽ പറയുന്നു. അത് പൂർണ്ണമായിട്ട് ഞാനങ്ങ് വിശ്വസിച്ചിട്ടില്ല. എന്നാലും എനിക്ക് നല്ല ആത്മധൈര്യമുണ്ട്. എന്നെ വെറുതെ വിടണമെന്നില്ല മീനാക്ഷി. ശിക്ഷിച്ചോട്ടെ, ഞാനൊരാളെ കൊന്നതാണല്ലോ. പക്ഷെ മരണശിക്ഷ അങ്ങനൊന്നും സംഭവിക്കില്ല ദിനേശേട്ടാ. മുമ്പായിരുന്നെങ്കിൽ എൻ്റെ വിധിക്ക് കീഴടങ്ങാൻ ഞാൻ മനസ്സാ തയ്യാറെടുത്തതായിരുന്നു. പക്ഷെ ഇപ്പം ജീവിച്ചിരിക്കാൻ ഒരു കൊതി. മീനാക്ഷി തന്ന പ്രതീക്ഷയത്. എല്ലാം ശരിയാകും ദിനേശേട്ടൻ, ധൈര്യമായിട്ടിരിക്കുക. എനിക്കിപ്പോൾ നല്ല ധൈര്യമുണ്ട് മീനാക്ഷി. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ശ്രീജ ചേച്ചിയുടെ വിവാഹം നിശ്ചയിച്ചു. മലമ്പുഴയിലുള്ളൊരു ബിസിനസ്സുകാരനാണ്. പേര് വിനോദുണ്ണി. രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടപ്പെട്ടു. മറ്റു കാര്യങ്ങളിലും ധാരണയായി. ഈ മാസം 26-നാണ് കല്യാണം. മുഹൂർത്തം 10:00-നും 11:00-നും ഇടയ്ക്ക്. അച്ഛൻ്റെ കത്ത് കിട്ടിയിരുന്നു. എല്ലാം വിവരിച്ചെഴുതിയിട്ടുണ്ട്. എനിക്ക് എന്തായാലും പങ്കെടുക്കാൻ പറ്റില്ലല്ലോ. സാരമില്ല, മനസ്സുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് എല്ലാം കാണുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. തൃപ്പാളൂരെ ഗൗരിദാസൻ്റെ വിവരങ്ങൾ ഗോപിമാമൻ എഴുതിയിരുന്നോ? കൂടുതലൊന്നും അച്ഛൻ എഴുതിയിരുന്നില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് മാത്രം. എന്നാലും എനിക്ക് ഊഹിക്കാൻ പറ്റും. ദിനേശൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. കൃഷ്ണമണിക്കുള്ളിൽ എവിടെയോ ഒരു കനൽ തിളക്കം. ഒരു നിമിഷം എന്തോ ഓർത്തിട്ട് മീനാക്ഷി പറഞ്ഞു, ബാക്കിയുള്ളവരിപ്പോൾ പാലക്കാട് ഒരു വാടക വീട്ടിലാണ്. രാഹിമോൾ അവരുടെ കൂടെയുണ്ട് ഒരു സഹായത്തിന്. അതു പറഞ്ഞു. ഒരു കൈകൊണ്ട് തല്ലുന്നു, മറ്റേ കൈകൊണ്ട് തലോടുന്നു. മീനാക്ഷിക്ക് എങ്ങനെ കിട്ടിയ ധൈര്യം? എരുതിയിൽ നിന്ന് കുരുത്തവളല്ലേ ദിനേശേട്ടാ ഞാൻ. കഴിഞ്ഞതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. എന്നോടും എൻ്റെ കുടുംബത്തോടും കാണിക്കുന്ന ദയയ്ക്ക് എന്ത് പകരം വയ്ക്കുമെന്ന് അറിയില്ല മീനാക്ഷി. തകർന്നു പോയവരല്ലേ ഞങ്ങൾ. മീനാക്ഷി ഒന്നും മന്ദഹസിച്ചു. പൊയ്ക്കോട്ടെ ദിനേശേട്ടാ. ദിനേശൻ തലയാട്ടി. മീനാക്ഷി മെല്ലെ പിന്തിരിഞ്ഞു. അവൾ അകന്നു പോകുന്നതിൻ്റെ വിഷാദം നുണഞ്ഞുകൊണ്ട് അവൻ അഴികളിൽ പിടിച്ച് അങ്ങനെ തന്നെ നിന്നു. ഗോപിനാഥനാണ് ആയുർവേദ ഡോക്ടറെ വിളിച്ചുകൊണ്ടുവന്ന് ജയശ്രീയെ പരിശോധിപ്പിച്ചത്. വിശദമായ പരിശോധനകൾക്ക് ശേഷം ഡോക്ടർ ചില ചികിത്സാവിധികൾ നിർദ്ദേശിച്ചു. രേഷ്മയ്ക്കോ ഇന്ദിരയ്ക്കോ സ്വപ്നം കാണാൻ പോലും കഴിയാത്ത വിധം ചെലവേറിയതായിരുന്നു അത്. ഗോപിനാഥൻ ചികിത്സ നടത്താൻ തന്നെ തീരുമാനിച്ചു. രേഷ്മയും ഇന്ദിരയും വീണ്ടും കോളേജിൽ പോയി തുടങ്ങിയിരുന്നു. പഠിപ്പിൽ അവർക്ക് യാതൊരു അസൗകര്യങ്ങളും ഉണ്ടാകാതിരിക്കാൻ ഗോപിനാഥൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഇതിനിടയിൽ ഗൗരിദാസൻ്റെ റിമാൻഡ് കാലാവധി കഴിഞ്ഞു. പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ കേസിൻ്റെ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് കോടതിയെ ബോധ്യപ്പെടുത്തി. ഇതേ തുടർന്ന് ഗൗരിദാസനെ ജാമ്യാപേക്ഷ തള്ളി. ഗൗരിദാസൻ സബ് ജയിലിലേക്ക് തന്നെ തിരിച്ചടയ്ക്കപ്പെട്ടു. എല്ലാറ്റിനും പിന്നിൽ ആ സ്ത്രീയാ മീനാക്ഷി. രേഷ്മ രോഷം കൊണ്ടു. എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ ഞാൻ അവളെ ശപിച്ചു ഭസ്മമാക്കിയേനെ, ഇന്ദ്രയും പറഞ്ഞു. ഗോപിനാഥൻ അത് കേട്ട് നിന്ദാഹാസത്തോടെ പറഞ്ഞു, നിങ്ങളുടെ അച്ഛൻ ശിക്ഷ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് അയാളുടെ കർമ്മഫലമാണ്. അച്ഛൻ്റെ കർമ്മഫലം നിശ്ചയിക്കുന്നത് ആ സ്ത്രീയാണോ? അച്ഛനെ വിചാരണ ചെയ്യാനും ശിക്ഷിക്കാനും കോടതിയും ജഡ്ജിമാരും ഉണ്ട്. രേഷ്മ പറഞ്ഞു. അതേ, കോടതിയും ജഡ്ജിയുമാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനു പിന്നിൽ അവരുടെ കയ്യില്ലേ? അവരല്ലേ അച്ഛനെ കുടുക്കിയതും അച്ഛനെതിരെ കേസ് കുത്തിപ്പൊക്കിയതും ഞങ്ങളുടെ കുടുംബം തകർത്തതും. കുടുംബം തകർത്തത് നിങ്ങളുടെ അച്ഛൻ തന്നെയാണ്. പിന്നെ മീനാക്ഷി, അവൾ ദാസനോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അച്ഛൻ അവളോട് ചെയ്തതിൻ്റെ പ്രതികാരമായിട്ട് കണക്കിലെടുത്താൽ മതി. ഞങ്ങളുടെ അച്ഛൻ എന്ത് ചെയ്തു? 2 ആഴ്ചക്കാലം അവളെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ചോറ് കൊടുത്തതാണോ തെറ്റ്? ചോറ് കൊടുത്തെങ്കിൽ അതിനിരട്ടി ജോലിയും ചെയ്യിച്ചിട്ടുണ്ടല്ലോ. അച്ഛൻ്റെ ചെവിയിൽ ഇപ്പോഴും ഒരു മുറിപ്പാട് കാണും. കാണാൻ തരപ്പെട്ടാൽ ഒന്ന് ചോദിക്കണം, അതെന്തു പറ്റിയതാ അച്ഛാന്ന്. പെൺമക്കളുടെ മുഖത്ത് നോക്കി എന്തായാലും സത്യം പറയാനുള്ള തൊലിക്കെട്ടി അയാൾക്കുണ്ടാവില്ല. സ്കൂട്ടറിൽ നിന്ന് വീണതാണെന്നൊരു നുണ പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ വിശ്വസിക്കുമോ? രേഷ്മയുടെയും ഇന്ദിരയുടെയും മുഖം താണു. ഞങ്ങളുടെ അമ്മ എന്ത് തെറ്റ് ചെയ്തു മീനാക്ഷിയോട്? 2 ആഴ്ച ചോറ് കൊടുത്ത ചരിത്രം പറഞ്ഞല്ലോ നിങ്ങൾ. എന്തിനാണ് 2 ആഴ്ച മീനാക്ഷിയെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയതെന്നറിയാമോ?
മറയൂരിൽ നിന്ന് വരുന്ന ഭൈരവന് വിൽക്കാൻ നിങ്ങളുടെ അമ്മയും അച്ഛനും മാത്തൂരെ മാമന്മാരും ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയായിരുന്നു അത്. 75,000 രൂപയായിരുന്നു ഭൈരവൻ കൊടുത്ത വില. സുപ്രിയയുടെ കല്യാണത്തിൻ്റെ അന്ന് രാത്രി ഭൈരവനും കൂട്ടരും മറയൂരിൽ നിന്ന് വണ്ടിയുമായി വന്ന് മീനാക്ഷിയെ കൊണ്ടുപോകാൻ. നിങ്ങളൊക്കെ അന്ന് രാത്രി മാത്തൂരിലുണ്ട്. ജാനകി ചേച്ചിക്ക് എന്തോ സംശയം തോന്നിയിട്ട് ആ കല്യാണത്തിരക്കിനിടയെന്ന് എന്നെ പറഞ്ഞയച്ചു തൃപ്പാളൂരിലേക്ക്. ഒരു ഓട്ടോറിക്ഷയിൽ ഞാൻ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വന്ന് ഇറങ്ങുമ്പോൾ ഭൈരവനും കൂട്ടരും കൂടി മീനാക്ഷിയുടെ കൈയും കാലും വായും മൂടിക്കെട്ടി വലിച്ചിഴച്ചുകൊണ്ട് വന്ന് മാരുതി വാനിലോട്ട് കയറ്റാൻ നോക്കുക. കൂട്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ മാത്തൂരെ രഘുവരനും ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ആ സമയത്ത് ചെന്നില്ലായിരുന്നെങ്കിൽ മീനാക്ഷിയെ കൊണ്ട് ഭൈരവൻ കടന്നു കളഞ്ഞേനെ. നിങ്ങളുടെ അമ്മയും കൂടി ചേർന്ന് അതിനൊക്കെ അവസരം ഉണ്ടാക്കി കൊടുത്തത്. ഇന്ദ്രയും രേഷ്മയും പരസ്പരം നോക്കി. ദ്രോഹിച്ച ആരെ അവൾ വെറുതെ വിടില്ല, അതാണായാലും പെണ്ണായാലും. ഇപ്പം തൃപ്തിയായി കാണുമല്ലോ. അച്ഛൻ ജയിലിൽ, അമ്മ അനങ്ങാൻ വയ്യാതെ ഓർമ്മയും ബോധവും ഇല്ലാതെ ഒരേ കിടപ്പിൽ. ഇനി ഞങ്ങളോടുണ്ടാവുമോ പ്രതികാരം? തൃപ്പാളൂരിൽ വന്ന് താമസിച്ച 2 ആഴ്ചക്കാലത്ത് ഞാനോ രേഷ്മയോ ദ്രോഹിച്ചതായിട്ട് ഓർക്കുന്നില്ല. ഇന്ദിര പറഞ്ഞു. അതെനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്കറിയാത്ത ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. തൃശ്ശൂരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് മാമന്മാരെ നിങ്ങളെ കൈയൊഴിഞ്ഞപ്പം എന്നെ അങ്ങോട്ടയച്ച് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാൻ ഏർപ്പാടാക്കിയതും ആംബുലൻസിൽ നിങ്ങളുടെ അമ്മയെ ഇവിടെ എത്തിച്ചതും ഈ വാടക വീട് എടുത്തു തന്നതും ഹോം നേഴ്സിനെ ഏർപ്പാടാക്കിയതും എല്ലാം മീനാക്ഷിയാണ്. ഇന്ദിരയും രേഷ്മയും അവിശ്വസനീയതയോടെ അയാളുടെ മുഖത്തേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് നിന്നു. ഇപ്പം നിങ്ങൾക്ക് തുടർന്ന് പഠിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നതും നിങ്ങളുടെ അമ്മയെ ചികിത്സിക്കുന്നതും ഒരു മുടക്കവും വരാതെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നതും എല്ലാം ഞാൻ വെറും ഒരു മേൽനോട്ടക്കാരൻ മാത്രം. അല്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഇത്രയും പണം ചെലവാക്കാനൊന്നും എൻ്റെ കയ്യിലില്ല. അഥവാ ഉണ്ടായാൽ തന്നെ അതിങ്ങനെ ചെലവാക്കാൻ മനസ്സ് വരികയുമില്ല. ഇന്ദിരയും രേഷ്മയും തരിച്ചിരിക്കുകയാണ്. ഗോപിനാഥൻ പോകാൻ എഴുന്നേറ്റു. ഇതൊന്നും ഒരിക്കലും നിങ്ങൾ അറിയരുതെന്ന മീനാക്ഷി എന്നോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാനൊരു മനുഷ്യനായതുകൊണ്ട് പറഞ്ഞു പോയതാ. പോട്ടെ. ഗോപിനാഥൻ യാത്ര പറഞ്ഞിറങ്ങി. ശ്രീജയുടെ വിവാഹമാണെന്ന് കാച്ചാങ്കുറിശി മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച്. അതിരാവിലെ തന്നെ മീനാക്ഷി ഗോപിനാഥൻ്റെ വീട്ടിലെത്തിയിരുന്നു. ഒന്നിനും ഒരു തടസ്സവും ഉണ്ടായില്ല. 10:45 ശുഭമുഹൂർത്തത്തിൽ വായ്ക്കുരുവയുടെയും വാദ്യമേളങ്ങളുടെയും ശബ്ദഘോഷത്തിൽ മലമ്പുഴക്കാരൻ വിനോദുണ്ണി ശ്രീജയുടെ കഴുത്തിൽ താലിപ്പൊന്നണിയിച്ചു. മാത്തൂരിലും ക്ഷണിച്ചിരുന്നെങ്കിലും ആരും എത്തി നോക്കുക പോലും ഉണ്ടായില്ല. മീനാക്ഷി നടത്തിക്കൊടുക്കുന്ന വിവാഹമാണെന്ന് മാത്തൂരിൽ എല്ലാവർക്കും അറിയാമായിരുന്നു. തങ്ങളുടെ റൈസ് മില്ല് വിലയ്ക്ക് വാങ്ങിയ മീനാക്ഷി അതിൻ്റെ നടത്തിപ്പ് ചുമതല ഗോപിനാഥനെ ഏൽപ്പിച്ചപ്പോൾ തന്നെ മാത്തൂരുകാർ അയാളെ എഴുതി തള്ളിയിരുന്നു. മാത്തൂരിൽ നിന്നും ആരും വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്നില്ല എന്നുള്ളത് മീനാക്ഷി ശ്രദ്ധിച്ചു. ഒരു ചടങ്ങ് കഴിക്കാനെങ്കിലും ആരും വന്നില്ലല്ലോ അല്ലേ മാത്തൂരെന്ന് മീനാക്ഷി ഗോപിനാഥനോട് ചോദിച്ചു. ഇല്ല, എന്നോടും ദിനേശനോടും ചെയ്തത് ഓർത്താൽ അവർക്ക് വരാൻ അറയ്ക്കും, ഗോപിനാഥൻ പറഞ്ഞു. മീനാക്ഷി മന്ദഹാസത്തോടെ തലയാട്ടി. വിവാഹച്ചടങ്ങ് സദ്യയും കഴിഞ്ഞവർ ഗോപിനാഥൻ്റെ വീട്ടിലെത്തി. ഭർത്തൃഗൃഹത്തിലേക്ക് പുറപ്പെടാൻ നേരം ശ്രീജ വന്ന് മീനാക്ഷിയോട് യാത്ര ചോദിച്ചു. ഞാൻ പൊയ്ക്കോട്ടെ? ഒരിക്കൽ പെരുവഴിയിലായിരുന്നു ഞങ്ങൾ. ഇങ്ങനൊരു കല്യാണമോ ജീവിതമോ ഒന്നും ഉണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ശ്രീജയുടെ തൊണ്ടയിടറി. നന്ദി പറഞ്ഞ് വഷളാക്കരുത്. പൊയ്ക്കോ, സന്തോഷമായിട്ട് ജീവിക്ക്. മീനാക്ഷി അവളുടെ കൈ പിടിച്ചമർത്തി യാത്രയാക്കി. വധൂവരന്മാർ പൊയ്ക്കഴിഞ്ഞ ശേഷം മീനാക്ഷിയും പോകാനൊരുങ്ങി. കൗസല്യ കാറിനരികിൽ വരെ അവളോടൊപ്പം വന്നു. അവളുടെ മുഖം പശ്ചാത്താപ വിവിശമായിരുന്നു. ഒരിക്കൽ അഭയാർത്ഥിനിയായി തൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചവളാണ് മീനാക്ഷി എന്നത് അവരുടെ മനസ്സിൽ കിടന്ന് വിങ്ങുന്നുണ്ടായിരുന്നു. അന്ന് മീനാക്ഷിയോട് വെറുപ്പും വിദ്വേഷവും മാത്രമേ കാണിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഇന്ന് തൻ്റെ മകളുടെ കഴുത്തിലൊരു മംഗല്യച്ചരട് കൊടുത്ത് അവൾ ഭർത്തൃമതിയാക്കി. സ്ത്രീയുടെ ഏറ്റവും വലിയ അലങ്കാരവും ഐശ്വര്യചിഹ്നവുമായ സിന്ദൂരവും അണിയിച്ച് അയക്കാൻ അതേ മീനാക്ഷിയുടെ സഹായം തന്നെ വേണ്ടിവന്നു എന്ന ഓർമ്മ അവളുടെ മനസ്സിനെ മതിച്ചുകൊണ്ടേയിരുന്നു. ക്ഷമ ചോദിക്കാനുള്ള അർഹത പോലുമില്ല. കൗസല്യ നിറമൊഴികളോടെ പറഞ്ഞു. ഞങ്ങളൊക്കെ മീനാക്ഷിയെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാനാണെങ്കിൽ മോശമായിട്ടേ പെരുമാറിയിട്ടുള്ളൂ. ക്ഷമയൊന്നും ചോദിക്കേണ്ട. അന്ന് എന്നോട് ക്ഷമിച്ചവരോട് മാത്രമേ ഇന്ന് എനിക്ക് ക്ഷമിക്കാൻ പറ്റൂ. നിങ്ങൾ ആരും എന്നോട് ക്ഷമിക്കാൻ കഴിയാത്ത തെറ്റൊന്നും ചെയ്തിട്ടില്ല, മീനാക്ഷി പറഞ്ഞുകൊണ്ടിരുന്നു. ശ്രീജേച്ചിയുടെ കല്യാണം നടത്തി തന്നതോ ഗോപിമാമനെ എൻ്റെ റൈസ് മില്ലിൻ്റെ ചുമതല ഏൽപ്പിച്ചു കൊടുത്തതോ അന്യാധീനപ്പെട്ടു പോയ ഈ വീട് നിങ്ങൾക്ക് വീണ്ടെടുത്ത് തന്നതോ ഒന്നും വലിയ മഹത്വമായിട്ട് ഞാൻ കരുതിയിട്ടുമില്ല. മീനാക്ഷി ഒന്ന് നിർത്തി ശ്വാസം എടുത്തു. അതിനേക്കാളൊക്കെ 100 ഇരട്ടി മഹത്വം ഞാനൊരു അനാഥയെപ്പോലെ വേദനിച്ചും വിറച്ചും വിശന്നും ഈ വീട്ടിൽ കഴിഞ്ഞ ഒരു രാത്രി നിങ്ങളുടെ മകൾ എന്നെ വിളിച്ചെണീപ്പിച്ചു കൊണ്ടുപോയി വിളമ്പിത്തന്ന ഒരു പിടി ചോറിനുണ്ട്.
ആ രാത്രി എന്നെ കെട്ടിപ്പിടിച്ച് കിടന്ന സാരമില്ലെന്ന് എൻ്റെ ചെവിയിൽ മന്ത്രിച്ച ഒരാശ്വാസവാക്കിന് അതിനേക്കാൾ വലിയ മഹത്വമുണ്ട്. പിന്നെ നിങ്ങളുടെ മകൻ ഞങ്ങളോട് കാണിച്ച ആത്മാർത്ഥത. നിങ്ങളുടെ ഭർത്താവ് ഒരു ദൈവദൂതനെ പോലെ തൃപ്പാളൂരിലെ വീട്ടിൽ വന്ന് വിൽക്കപ്പെട്ട് കഴിഞ്ഞിരുന്ന എന്നെ രക്ഷിച്ചെടുത്ത ആ നിമിഷം, ആ കടപ്പാടിൻ്റെ ഒന്നും കണക്ക് തീർക്കാൻ എനിക്ക് ഈ ജന്മം പോരാ. മീനാക്ഷി ഒരു നെടുവീർപ്പയച്ചു. കൗസല്യ തൻ്റെ നിറകണ്ണുകൾ തൂത്തു. പിന്നെ ഞാനൊരു അനാഥയായിരുന്നപ്പോൾ കിട്ടിയ സ്നേഹത്തിൻ്റെ 1001 വില പോലും ഇന്ന് കിട്ടുന്ന സ്നേഹത്തിനും ഞാൻ കൽപ്പിക്കാറുമില്ല. മീനാക്ഷി ഡോർ തുറന്ന് കാറിലേക്ക് കയറി. ഡോർ അടഞ്ഞതും കാർ നീങ്ങിക്കഴിഞ്ഞു. ഭിത്തികളിലും മതിലുകളിലുമെല്ലാം സ്ഥാനാർത്ഥികളുടെ പേരുകൾ, പാർട്ടികളുടെ ചിഹ്നങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. സ്ഥാനാർത്ഥി നിർണയം തുടങ്ങിയിട്ടേയുള്ളൂ. അപ്പോഴേക്കും ഒരു ഊഹം വെച്ച് പ്രചാരണവും തുടങ്ങി. കൊല്ലങ്കോട് നിയോജക മണ്ഡലത്തിൽ ഇക്കുറി ബലിക്കള സുരേന്ദ്രൻ മത്സരിക്കുന്നുണ്ട്. ഇടക്കാല തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റതിൻ്റെ ക്ഷീണം മാറിയിട്ടില്ല. കഴിഞ്ഞ തവണത്തെ മത്സരത്തോടെ ഒരു പാർട്ടി ടിക്കറ്റ് അയാൾ സംഘടിപ്പിച്ചിരുന്നു. അതിന് കൊടുക്കേണ്ടി വന്ന വില വമ്പിച്ചതായിരുന്നു. സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതോടെ കൊല്ലങ്കോട് നിയോജക മണ്ഡലത്തിൽ സുരേന്ദ്രന് വേണ്ടിയുള്ള പ്രചാരണവും തുടങ്ങി. നോമിനേഷൻ കൊടുക്കേണ്ട തീയതി എടുത്തു. പാടശേഖരങ്ങളിൽ മഞ്ഞവയിൽ തളം കെട്ടിക്കിടക്കുന്ന സായാഹ്നം. കുളി കഴിഞ്ഞ് വീട്ടുമുറ്റത്ത് ഇറങ്ങി നിന്ന് ഈറൻമുടി വേറെടുക്കുകയായിരുന്നു ചന്ദ്രിക. റോഡിൽ പൊടി പറക്കുന്നത് കണ്ടിട്ടാണ് ചന്ദ്രിക ശ്രദ്ധിച്ചത്. വളവ് തിരിഞ്ഞ് വരുന്ന 2 കാറുകൾ ടവറിനടുത്തുകൂടി പാലം കടന്ന് വരികയാണ്. മുന്നിലെ കാർ ചന്ദ്രിക പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. മീനാക്ഷിയുടെ കാറാണത്. ചന്ദ്രയുടെ മുഖത്ത് ആകാംക്ഷവും ഉത്സാഹവും നിറഞ്ഞു. മീനാക്ഷിയെ കണ്ടിട്ട് കുറേ നാളുകളായിരിക്കുന്നു. കാറുകൾ മുറ്റത്ത് വന്നു നിന്നു. പുറകിലത്തെ കാറിൻ്റെ ഡോറുകൾ ആദ്യം തുറക്കപ്പെട്ടു. കാർത്തികേയനും അംഗരക്ഷകരും ഇറങ്ങി. മീനാക്ഷി മുന്നിലെ കാറിൽ നിന്നും ഇറങ്ങി. കൂടെ രാഖിയുമുണ്ട്. രാഖി ബാക്ക് ഡോർ തുറന്ന് ആർക്കോ വേണ്ടി കൈ നീട്ടി. വെളുത്ത് ഞരമ്പുകൾ തെളിഞ്ഞ ഒരു കൈ നീണ്ടുവരുന്നത് മാത്രമേ ചന്ദ്രിക ആദ്യം കണ്ടുള്ളൂ. പിന്നെ കാറിന് വെളിയിലേക്ക് വെച്ച കാൽപാദം. രാഖി താങ്ങി പിടിച്ച് കാറിന് വെളിയിൽ ഇറക്കി നിർത്തിയ രൂപം കണ്ട് ചന്ദ്രിക അത്ഭുതസ്തബ്ധയായി. അമ്മ! ചന്ദ്രിക ശബ്ദമില്ലാതെ മന്ത്രിച്ചു. നിവർന്നു നിൽക്കാൻ വയ്യ, അല്പം കൂനുണ്ട്. എങ്കിലും മാധവിയമ്മ പരസഹായമില്ലാതെ തനിയെ നിന്ന് ചന്ദ്രികയെ നോക്കി. ആദ്യം മനസ്സിലായില്ലെങ്കിലും ക്രമേണ വെളിച്ചത്തിൻ്റെ രശ്മി കണ്ണിലേക്ക് അടിച്ചു കയറിയതുപോലെ തിരിച്ചറിവിൻ്റെ ലക്ഷണങ്ങൾ മുഖത്ത് പ്രകടമായി. കണ്ണുകൾ അല്പം വിടർന്നു. ചന്ദ്രികയെ നോക്കി അവർ പുഞ്ചിരി തൂകി. ചന്ദ്രിക വേഗം മുന്നോട്ട് ചെന്ന് മാധവിയമ്മയുടെ കൈ പിടിച്ചു. അമ്മേ എന്ന് വിളിക്കുമ്പോഴേക്കും ചന്ദ്രികയുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ തിരിഞ്ഞ് മീനാക്ഷിയെ നോക്കി. വാചാരമായിരുന്നു ആ നോട്ടം. ഞാൻ വന്നത് മറ്റൊരു അത്യാവശ്യ കാര്യം പറയാനാ. മീനാക്ഷി വിഷയം മാറ്റാൻ ആഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു. ഇലക്ഷൻ വരികയാ. നോമിനേഷൻ സമർപ്പിക്കാൻ ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ. മീനാക്ഷി മത്സരിക്കുന്നുണ്ടോ? ചന്ദ്രിക നിറകണ്ണുകൾ തൂത്തിട്ട് പുഞ്ചിരിയോടെ ചോദിച്ചു. ഉണ്ട്, മീനാക്ഷി പറഞ്ഞു. അരങ്ങിലല്ല, അണിയറയിൽ. എനിക്ക് മനസ്സിലായില്ല. കൊല്ലങ്കോട്ട് അസംബ്ലി മണ്ഡലത്തിലാണ് മത്സരം. സ്ഥാനാർത്ഥിയുടെ പേര് ചന്ദ്രിക ഗോവിന്ദൻ. മത്സരിക്കുന്നത് മീനാക്ഷി വാസുദേവൻ. മുഖ്യ എതിരാളി ബലിക്കളം സുരേന്ദ്രൻ. എന്നിട്ട് ഒന്നും മനസ്സിലാകാത്ത പോലെ ചന്ദ്രിക കണ്ണു വീഴ്ച മീനാക്ഷിയെ നോക്കി നിന്നു. ബലിക്കളം സുരേന്ദ്രന് ആദ്യം അത്ഭുതമായിരുന്നു. വലതുപക്ഷത്തിൻ്റെ സിറ്റിംഗ് സീറ്റാണ് കൊല്ലങ്കോട്. അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി തന്നോട് എതിരിടുന്നത് വെറും ഒരു പഞ്ചായത്ത് മെമ്പർ കൂടിയായ ചന്ദ്രിക ഗോവിന്ദൻ. വേറെയും സ്ഥാനാർത്ഥികൾ ധാരാളമുണ്ടെങ്കിലും മുഖ്യ എതിരാളി ചന്ദ്രികയാണ്. ചന്ദ്രികയ്ക്ക് എങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം കിട്ടിയെന്ന് ബലിക്കള സുരേന്ദ്രന് ആദ്യം ഒരു ഊഹം പോലും ലഭിച്ചില്ല. മാത്തൂർ കുടുംബാംഗമാണ് ചന്ദ്രിക എന്നതും പണ്ട് സ്നേഹിച്ച പുരുഷനോടൊപ്പം വീട് വിട്ടു പോയതിനെ തുടർന്ന് കുടുംബത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ടവളാണെന്ന് സുരേന്ദ്രന് അറിയാമായിരുന്നു. ചേപ്പിലോട് താമസിക്കുന്ന ചന്ദ്രികയ്ക്ക് പക്ഷേ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആവശ്യമായ ജനപ്രീതിയോ പ്രവർത്തന പാരമ്പര്യമോ അവകാശപ്പെടാനില്ല. ചന്ദ്രികയുടെ സാമ്പത്തിക സ്ഥിതി ഞെരുക്കത്തിലാണെന്നതും സുരേന്ദ്രൻ അറിഞ്ഞു. ചന്ദ്രികയെ നിസാര എതിരാളിയെന്ന് കണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയ സുരേന്ദ്രനെ പിന്നീട് അറിഞ്ഞ സത്യം ഞെട്ടിക്കുക തന്നെ ചെയ്തു. ചന്ദ്രികയുടെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തി മീനാക്ഷിയാണെന്നതായിരുന്നു അത്. അതിനുവേണ്ടി ഇടതുപക്ഷത്തോട് ഇടഞ്ഞും ഇണങ്ങിയും മീനാക്ഷി നടപ്പാക്കിയ തന്ത്രങ്ങളും ക്രമേണ വെളിവായി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ചന്ദ്രികയെ നാമനിർദ്ദേശം ചെയ്ത ശേഷം മീനാക്ഷി ഇടതുപക്ഷവുമായി ശക്തമായ വിലപേശൽ നടത്തിയിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി പാർട്ടിയുടെ പ്രമുഖ പ്രവർത്തകനായ ജി രാഘവൻ പോറ്റി നാമനിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ശക്തമായ ത്രികോണ മത്സരം വലതുപക്ഷത്തിന് അനുകൂലമായ തിരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാക്കിയേക്കാൻ സാധ്യത ഏറെയുണ്ടെന്ന് ഇടതുമുന്നണിക്ക് വ്യക്തമായി. അതിനിടയിൽ മീനാക്ഷി കാണേണ്ടവരെ കണ്ടും ലക്ഷങ്ങൾ വാരി വിതറി സ്വാധീനിക്കേണ്ടവരെ സ്വാധീനിച്ചും വേണ്ടത്ര കരുനീക്കങ്ങൾ നടത്തി. ചന്ദ്രിക തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ആ സീറ്റ് ഇടതുമുന്നണിയുടേതായിരിക്കുമെന്ന് ഉറപ്പും നൽകി.
അങ്ങനെ ഇടതുമുന്നണിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ കൊണ്ട് നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിച്ചു. പകരം ചന്ദ്രികയാണ് ഇടതിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെന്ന് സ്ഥിരീകരിച്ചു. അതിൽ ഇടതുമുന്നണിക്ക് വേറെയും ചില നേട്ടങ്ങളുണ്ടായിരുന്നു. ചന്ദ്രികയ്ക്ക് വേണ്ടി വരുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ നല്ലൊരു പങ്ക് ചെലവ് മീനാക്ഷി സ്വന്തം നിലയിൽ വഹിക്കും. പാർട്ടി ഫണ്ട് അധികം ചെലവാക്കാതെ കാര്യങ്ങൾ നടത്താൻ പറ്റും. തെരഞ്ഞെടുപ്പ് പ്രചാരണം മുറുകിയപ്പോഴാണ് കുഴിയാന എന്ന് താൻ കരുതിപ്പോന്നത് കൊമ്പനാന തന്നെയാണെന്ന് സുരേന്ദ്രന് മനസ്സിലായത്. നിയോജകമണ്ഡലത്തെമ്പാടും വാൾ പോസ്റ്ററുകൾ, റോഡുകൾക്ക് മീതെ പാറുന്ന ബാനറുകൾ, ചുവരെഴുത്തുകൾ, നിരത്തെഴുത്തുകൾ, പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിൽ ചന്ദ്രികയുടെ പടുകൂറ്റൻ കട്ടൗട്ടുകൾ. എവിടെയും ചന്ദ്രികയുടെ പേരും ചിഹ്നവും കൊടിയും. ചന്ദ്രിക കൈകൂപ്പി വോട്ട് ചോദിച്ച് നിൽക്കുന്ന ചിത്രങ്ങളാണ് എല്ലാ പോസ്റ്റുകളിലും. എല്ലാ ജംഗ്ഷനുകളിലും മീറ്റിങ്ങുകളും ചന്ദ്രികയുടെയോ മറ്റ് ഇടതുപക്ഷ നേതാക്കളുടെയോ പ്രസംഗങ്ങളും പ്രചാര നടപടികളും. ചന്ദ്രികയുടെ അഭ്യർത്ഥന അച്ചടിച്ച തെരഞ്ഞെടുപ്പ് നോട്ടീസുകൾ എല്ലായിടത്തും വാരി വിതറപ്പെട്ടു. പത്രങ്ങളിലും മറ്റും ചന്ദ്രിക ജനങ്ങളോട് വോട്ട് ചോദിക്കുന്ന പരസ്യങ്ങളും വന്നു. ആ പ്രചാരണ കൊഴുപ്പിൽ ബലിക്കള സുരേന്ദ്രൻ നിഷ്പ്രഭനായിപ്പോയി. പക്ഷേ വിട്ടുകൊടുക്കാൻ സുരേന്ദ്രൻ തയ്യാറായിരുന്നില്ല. ഇടക്കാല തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ചിലവാക്കിയ ലക്ഷങ്ങളുടെ നഷ്ടം നികത്തപ്പെടാതെ കിടക്കുന്നു. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വിജയം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അന്ന് അതുപോലെ പണം വാരി എറിഞ്ഞതും തോൽവി പിണഞ്ഞിട്ട് സാരമാകാതെ പിടിച്ചു നിന്നതും. ഇവിടെയും തോറ്റാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലെന്ന് സുരേന്ദ്രൻ നിശ്ചയിച്ചു. സുരേന്ദ്രനെ എരിക്കേറ്റി കൊടുക്കാനുള്ള ആളുകളെ മീനാക്ഷി സ്വന്തം ചെലവിൽ തന്നെ നിശ്ചയിച്ചിട്ടുണ്ടെന്നുള്ളത് സുരേന്ദ്രൻ അറിഞ്ഞതേയില്ല. മാത്തൂരെത്തി സുരേന്ദ്രൻ ശ്രീനിവാസനും മറ്റുമായി സംസാരിച്ചു. ചന്ദ്രികപ്പച്ചിയെ ഞങ്ങൾക്ക് നേരിട്ട് പരിചയമില്ല. ഞങ്ങൾ ജനിക്കും മുമ്പേ ഇവിടെ നിന്ന് പോയി, ശ്രീനിവാസൻ പറഞ്ഞു. അമ്മയും അച്ഛമ്മയും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവർ നിങ്ങൾക്കൊരു ഭീഷണിയാണെന്ന് ഞങ്ങളാരും കരുതുന്നേയില്ല. ഞങ്ങളുടെ വോട്ട് പോലും അവർക്ക് കിട്ടാൻ പോകുന്നില്ല. നിങ്ങളിപ്പോൾ വീട്ടിന് വെളിയിൽ സഞ്ചരിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം പറയുന്നത്. മീനാക്ഷിയാണ് അവളുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ശ്രീനിവാസിൻ്റെയും ചന്ദ്രബാബുവിൻ്റെയും മുഖം മ്ലാനമായി. സുരേന്ദ്രൻ അതിൻ്റെ അർത്ഥം ഊഹിച്ചു. ഞാനങ്ങനെ വിട്ടുകൊടുക്കുകയൊന്നുമില്ല ശ്രീനി. അന്ന് ഇടക്കാല തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പാർട്ടി ടിക്കറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ എത്ര പണം വാരി വിതറിയെന്നറിയുമോ? അവിടെ ഞാൻ തോറ്റപ്പോൾ സമാധാനിച്ചത് സംസ്ഥാന ഇലക്ഷൻ വരുന്നുണ്ടല്ലോ എന്ന് കരുതിയ. ഇവിടെയും കൂടി തോറ്റാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. എന്ത് വില കൊടുത്ത് എനിക്ക് ജയിച്ചേ മതിയാകൂ ബാബു. എനിക്ക് നിങ്ങളുടെ എല്ലാ സഹായം വേണം. തീർച്ചയായിട്ടും ഞങ്ങൾ ഏത് നിലയിലും സഹായിക്കാൻ ഒരുക്കമാ. മീനാക്ഷിക്കെതിരെയാകുമ്പോൾ അതിനൊരു വാശിയുമുണ്ട്, ചന്ദ്രബാബു പറഞ്ഞു. ദാസൻ്റെ കാര്യത്തിൽ ഞങ്ങൾ അവളുടെ വീട്ടിൽ ചെന്ന് കാല് പിടിച്ച് പറഞ്ഞിട്ട് അവൾ കേട്ടില്ല. ഞങ്ങളെ അഴട്ടി പുറത്താക്കുകയോ ചെയ്തത്. ആലോചിച്ച് സൂക്ഷിച്ചും ചെയ്താൽ മതിയെന്നാ എൻ്റെ അഭിപ്രായം. മറുവശത്ത് മീനാക്ഷിയാ. വീറും വാശിയുമല്ല, അവളുടെ മനസ്സിൽ കടുത്ത പകയാ. പണം പോയത് പോട്ടെന്ന് വെച്ചിട്ട് ഒതുങ്ങി നിൽക്കുന്നതല്ലേ ബുദ്ധി, ശ്രീനിവാസൻ സംശയം പ്രകടിപ്പിച്ചു. എനിക്കങ്ങനെ വിട്ടു കൊടുക്കാൻ പറ്റില്ല ശ്രീനി. പോയ പണം തിരിച്ചു പിടിച്ചില്ലെങ്കിൽ എനിക്ക് നിലനിൽപ്പില്ല. എന്തായാലും മുക്കോളം മുങ്ങി, ഇനി വേറൊന്നും നോക്കാനില്ല. മത്സരം കൊടുമ്പിരി കൊണ്ടു. ശ്രീനിവാസനും രഘുവരനും ചന്ദ്രബാബുവും രാഹുലും ഒക്കെ സുരേന്ദ്രന് വേണ്ടി പ്രചാരണത്തിനിറങ്ങി. ചന്ദ്രയുടെ പോസ്റ്ററുകളും ബാനറുകളും നശിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം രാഹുൽ ഒരു ഗുണ്ടാ സൈന്യം സംഘടിപ്പിച്ചു. രാവിലെ കോളേജിൽ പോയതാണ് ആതിര. 5 മണിക്ക് മുമ്പ് തിരിച്ചെത്തേണ്ടവൾ 6 മണിയായിട്ട് എത്തിയിട്ടില്ല. മകളെ കാണാഞ്ഞ് ഗീതാമണിക്ക് വേവലാതിയായി. അവൾ ചന്ദ്രബാബുവിൻ്റെയും രഘുവരൻ്റെയും മൊബൈൽ ഫോണുകളിൽ മാറി മാറി വിളിച്ചു. പക്ഷെ കിട്ടുന്നില്ല. റേഞ്ചിലല്ല എന്നാണ് ഉത്തരം. സുരേന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വണ്ടികളും എടുത്ത് പോയിരിക്കുകയാണ് 3 പേരും. മണി 7ആയി. ആതിര എത്തിച്ചേർന്നിട്ടില്ല. ശ്രീനിവാസൻ്റെ കുടുംബവുമായി നീരസത്തിലായതിനാൽ ഗീതാമണി കൃഷ്ണകുമാരിയോട് വിവരം പറയാനൊന്നും പോയില്ല. അറിയാവുന്ന മറ്റ് നമ്പറുകളിലൊക്കെ വിളിച്ചു നോക്കി. ഒടുവിൽ ശ്രീനിവാസനും കൂട്ടിനും മുതലമടയിലുണ്ടെന്ന വിവരം കിട്ടി. ഗീതാമണി ഓട്ടോറിക്ഷ പിടിച്ച് അവിടേക്ക് ആളയച്ച് ചന്ദ്രബാബുവിനെ വിവരം അറിയിച്ചു. ചന്ദ്രബാബു വീട്ടിൽ പാഞ്ഞെത്തി. അപ്പോഴും ആതിര വീട്ടിലെത്തിയിരുന്നില്ല. ചന്ദ്രബാബു ഉടൻ കോളേജുമായി ബന്ധപ്പെട്ടു. ആതിരയോടൊപ്പം പഠിക്കുന്ന ചില വിദ്യാർത്ഥിനികളുടെ വീടുകൾ കണ്ടുപിടിച്ച് അന്വേഷണം നടത്തി. ആതിര ഇന്നേ ദിവസം കോളേജിൽ പോലും വന്നിട്ടില്ലെന്ന് അവർ അയാളെ അറിയിച്ചു. കോളേജ് അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോഴും ഇതേ മറുപടി തന്നെ ലഭിച്ചു. ശ്രീനിവാസനും രഘുവരനും പ്രചാരണം കഴിഞ്ഞ് ഇതിനകം കൊല്ലങ്കോട്ട് ടൗണിൽ എത്തിയിരുന്നു. ആതിര കോളേജിൽ ചെന്നിട്ടില്ലെന്നും ഇതുവരെ വീട്ടിൽ മടങ്ങി വന്നിട്ടില്ലെന്നും പറഞ്ഞ് അവർ അന്താളിച്ചു പോയി. ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ? രഘുവരൻ സംശയം പ്രകടിപ്പിച്ചു. പകല് ആര് തട്ടിക്കൊണ്ടുപോകാൻ? കൊച്ചുകുട്ടിയാണെങ്കിൽ വേണ്ടില്ല, ശ്രീനിവാസൻ അതൃപ്തിയോടെ പറഞ്ഞു.
എന്താ ശ്രീനിയേട്ട ചെയ്യുന്നേ? ചന്ദ്രബാബു തളർന്നു നിൽക്കുകയാണ്. ഒറ്റ വഴിയേ ഉള്ളൂ, പോലീസിൽ വിവരം അറിയിക്കുക, ശ്രീനിവാസൻ പറഞ്ഞു. ആകെ മാനക്കേടാകുമല്ലോ, പെൺകുട്ടിയല്ലേ, മാനക്കേട് നോക്കിയിരുന്ന കാര്യം നടക്കുമോ? ചന്ദ്രബാബുവിന് ഉത്തരമില്ല. ആറ്റുനോറ്റു വളർത്തിക്കൊണ്ടുവന്ന മകളെയാണ് കാണാതായിരിക്കുന്നത്. കാലത്ത് 8 മണിക്ക് കോളേജിലേക്ക് പോയ പെണ്ണ്. ആരും ബലം പ്രയോഗിച്ച് കടത്തിക്കൊണ്ടുപോകാൻ സാധ്യതയില്ല. ആരെങ്കിലും പ്രലോഭിപ്പിച്ച് കൂട്ടിക്കൊണ്ടുപോയതാവാം. കോളേജിൽ ചെന്നിട്ടില്ലെങ്കിൽ അതിനർത്ഥം മുൻകൂട്ടി പ്ലാൻ ചെയ്തിരുന്നു എന്ന് തന്നെയാണ്. പോലീസിൽ വിവരം അറിയിക്കുന്നതിന് മുമ്പ് ശ്രീനിവാസൻ അറിയാവുന്ന ബന്ധുവീടുകളിലൊക്കെ വിളിച്ച് അന്വേഷിച്ചു. പിന്നെ ചന്ദ്രബാബുവിനെയും കൂട്ടി കൊല്ലങ്കോട് പോലീസ് സ്റ്റേഷനിലെത്തി. ചന്ദ്രബാബു പരാതി എഴുതി കൊടുത്തു. വല്ലവൻ്റെയും കൂടെ ചാടിപ്പോയതായിരിക്കും, പ്രായം അതല്ലേ, എസ് ഐ പറഞ്ഞു. എൻ്റെ മോൾക്ക് അങ്ങനെ ആരുമായും യാതൊരു... തൻ്റെ മോളെന്താ പെണ്ണല്ലേ? സാധാരണ പെൺകുട്ടികൾക്കുണ്ടാകുന്ന വികാരവിചാരങ്ങളൊക്കെ അവൾക്കും ഉണ്ടാകാം. നിങ്ങൾ കാണാത്തത് നിങ്ങൾക്ക് നോക്കാൻ മനസ്സില്ലാഞ്ഞിട്ടാ. അവൾ ആരെങ്കിലുമായിട്ട് പ്രേമമോ മറ്റോ ഉണ്ടായിരുന്നതായിട്ട് എന്തെങ്കിലും സൂചന? സാർ, അവൾ അങ്ങനെയൊന്നും... ചന്ദ്രബാബുവിന് തൻ്റെ മകളെപ്പറ്റി അങ്ങനെ സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. ഞങ്ങൾ അന്വേഷിച്ചോളാം. അവളുടെ അടുത്ത കൂട്ടുകാരികളുടെ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ ഉണ്ടെങ്കിൽ തന്നേക്ക്. ചന്ദ്രബാബു താൻ അന്വേഷിച്ച് ചെന്ന ചില വീടുകളുടെ അഡ്രസ്സും ഫോൺ നമ്പറും കൊടുത്തു. പക്ഷേ അവിടുത്തെ പെൺകുട്ടികളൊപ്പം പഠിക്കുന്നു എന്നല്ലാതെ ആതിരയുടെ അടുത്ത കൂട്ടുകാരാണ് എന്നൊന്നും നിശ്ചയമില്ല. അത് തങ്ങൾ കണ്ടുപിടിച്ച് കൊള്ളാമെന്ന് എസ് ഐ പറഞ്ഞു. പോലീസ് ഉടൻ തന്നെ അന്വേഷണം ആരംഭിച്ചു. ചന്ദ്രബാബുവും ശ്രീനിവാസനും മാത്തൂരിൽ തിരിച്ചെത്തി. ഗീതാമണി കരഞ്ഞു തളർന്നിരിപ്പാണ്. ചന്ദ്രബാബു ജീപ്പിൽ നിന്നിറങ്ങിയതേ ഗീതാമണി ഓടി ഇറങ്ങിച്ചെന്നു. വല്ല വിവരവും കിട്ടിയോ ബാബുവേട്ടാ? ചന്ദ്രബാബുവിന് മറുപടി പറയാൻ വാക്ക് കിട്ടിയില്ല. വിങ്ങുന്ന ഹൃദയത്തോടെ അയാൾ വീട്ടുവരാന്തയിലേക്ക് കയറി. സമാധാനമായിരിക്കും ഗീതേ, പോലീസിൽ വിവരം അറിയിച്ചിട്ടുണ്ട്, അവർ അന്വേഷണം തുടങ്ങി. ഗീതാമണി അവിടെ നിന്ന് വിങ്ങിക്കരഞ്ഞു. ശ്രീനിവാസൻ വീട്ടിലേക്ക് കയറിപ്പോയി. മോളെ കാണാതെ പോയിട്ടും അവളുടെ വാശിക്കൊരു കുറവുമില്ല. ഇത്രയും നേരമായിട്ട് എന്നോടൊരക്ഷരം മിണ്ടിയിട്ടില്ല. കൃഷ്ണകുമാരി ശ്രീനിവാസനോട് പരാതി പോലെ പറഞ്ഞു. അവർക്കൊരാപത്ത് വരുമ്പോൾ പിണക്കം മറന്ന് നമ്മൾ അങ്ങോട്ട് ചെന്ന് ആശ്വസിപ്പിക്കുകയല്ലേ വേണ്ടത്, ശ്രീനിവാസൻ ഉപദേശിച്ചു. ഓഹോ, തല പോയാലും ശരി, എന്നോട് മിണ്ടില്ലെന്ന് വാശി പിടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല അല്ലേ? കൃഷ്ണേ, വാശിയും പിണക്കവും കാണിക്കാനുള്ള സമയമല്ല ഇത്. കുടുംബത്തുള്ളവർ ഒന്നിച്ച് നിൽക്കണം ആപത്ത് നേരത്ത്. എന്നിട്ട് രാഹുലിന് മണിമേഖലയെ കല്യാണം കഴിക്കേണ്ടി വന്നു എന്ന് കേട്ടപ്പോൾ സന്തോഷമായിരുന്നില്ല അവൾക്ക്. നമുക്കൊരു നാണക്കേട് വന്നപ്പം അവളത് രഹസ്യമായിട്ട് ആസ്വദിച്ചു. എനിക്കും ഇപ്പം ലേശ സന്തോഷം തോന്നുന്നു. ആതിരയെ കാണാതായതിലോ? എവിടെ കാണാതായെന്നാ? അവൾ ആരെങ്കിലും പ്രേമിച്ച് കാണും. അവൻ വിളിച്ചപ്പോൾ കൂടെ പോയി കാണും, അത്രയേ ഉള്ളൂ. ശ്രീനിവാസൻ കൃഷ്ണകുമാരിയോട് തർക്കിക്കാൻ നിന്നില്ല. കുളി കഴിഞ്ഞിറങ്ങിയപ്പോൾ ആതിര ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. വെള്ളത്തിൻ്റെ തണുപ്പ് കൊണ്ടല്ല, മനസ്സിലെ പേടിയും അജ്ഞാതമായൊരു കുളിരും. ഈറൻ മുടി അവളുടെ കഴുത്തിലും പുറത്തും നെഞ്ചിലും ചിതറിക്കിടന്നു. മാറി ധരിച്ച ചുരിദാർ മുടിയുടെ നനവ് ഏറ്റുവാങ്ങി. റൂം ബോയ് ടീപ്പോയിന്മേൽ ഭക്ഷണം നിരത്തുകയാണ്. അവൻ അവളുടെ നേർക്ക് അർത്ഥവത്തായി നോക്കിയിട്ടൊരു കള്ളച്ചിരിയോടെ മുറിവിട്ടിറങ്ങി. ദിലീപൻ കട്ടിലിൽ ഇരിപ്പുണ്ട്. അവൻ എഴുന്നേറ്റ് ആതിരയുടെ അടുത്ത് വന്നു. അവൻ്റെ നോട്ടം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, അവൻ പറഞ്ഞു. ആതിര അവൻ്റെ മുമ്പിൽ ചൂളിപ്പിടിച്ച് നിന്നു. ദിലീപൻ അടുത്ത് വരുമ്പോഴെല്ലാം നെഞ്ചിടിപ്പ് ഉയരുന്നു, കാലുകൾ തളരുന്നു, മുഖം താണു പോകുന്നു. അവൻ അവളുടെ താടി പിടിച്ചുയർത്തി, മുഖത്തും മുടിയിലും വിരലൊടിച്ചു. നീ നല്ലപോലെ തോർത്തിയില്ലേ? ഇതേ മുടിയിൽ നനവ്. ഹോട്ടലിൻ്റെ പേര് തുന്നിയ ടവൽ എടുത്തിട്ട് അവൻ അവളുടെ തല പിടിച്ചടുപ്പിച്ചു. പിന്നെ സൂക്ഷ്മമായി അവളുടെ മുടി തുവർത്താൻ തുടങ്ങി. കഴുത്തിന് പിന്നിലേക്ക് കിടന്ന മുടി തുവർത്തുമ്പോൾ അവൻ അവളോട് കുറെ കൂടി ചേർന്ന് നിന്നു. അവളുടെ നെറ്റിയിൽ അവൻ്റെ മൂക്കുരുസി. കുസൃതിയോടെ അവൻ അവളുടെ കവളത്തും നാസികത്തുമ്പിലും പുരികങ്ങളിലും മൂക്കുരുസിക്കൊണ്ടിരുന്നു. അവളുടെ ശ്വാസഗതി വർദ്ധിച്ചതും ചുടുനിശ്വാസം നീരായി പോലെ മുഖത്തടിച്ചതും അവൻ അറിയുന്നുണ്ടായിരുന്നു. നമുക്ക് വല്ലതും കഴിക്കാം. മുടി തുവർത്തിയ ടവൽ കസേരയിൽ വിരിച്ചിട്ടിട്ട് അവൻ പറഞ്ഞു. പ്ലേറ്റുകൾ നിരത്തി അതിലവൻ ചപ്പാത്തിയും കറികളും വിളമ്പുമ്പോഴേക്കും അവൾ മുടി ചീകി ഒതുക്കി വന്നു. രണ്ടുപേരും ടീപ്പോയിൻ്റെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് കഴിച്ചു. നീ എന്താ ഒന്നും മിണ്ടാത്തെ? ദിലീപൻ ചോദിച്ചു. അവൾ മിഴികൾ താഴ്ത്തിയിരുന്നു. പേടിച്ചിട്ടാണോ? അതിന് ഉത്തരമില്ല. രണ്ടുപേരും മൗനമായി ഇരുന്ന് കഴിച്ചു. ദിലീപൻ തന്നെ എച്ചിൽ പ്ലേറ്റുകൾ എടുത്ത് കോറിഡോറിൽ വെച്ചു. വാതിലടച്ച് ബോൾട്ടിട്ടു. ചുമരിൽ ചാരി ചൂളി നിന്ന ആതിരയെ ബലം പ്രയോഗിച്ച് വലിച്ച് കിടക്കയിലെത്തിച്ചു. കിടക്കയിൽ അരികെ കിടക്കുമ്പോൾ അവളുടെ മേനി വിറകൊള്ളുന്നത് അവൻ കണ്ടു. നീ എന്തിനാ പേടിക്കുന്നേ? ഞാനില്ലേ കൂടെ? അവൻ ചോദിച്ചു. അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് മുഖമുയർത്തിയിട്ട് അവൻ അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി. പേടിച്ച ഒരു ചെറു മീൻ അവളുടെ കണ്ണുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തുന്നുണ്ടെന്ന് അവന് തോന്നി. മുഖം കുനിച്ച് അവൻ ആ മിഴികൾക്ക് മീതെ ഉമ്മ വെച്ചു.
ആതിര ഒരു നിമിഷം കൂമ്പിപ്പോയതുപോലെ തോന്നി. കണ്ണുകൾക്ക് താഴെ ചൂട് കാറ്റടിച്ച പോലെ അവൻ്റെ നിശ്വാസം അവൾക്ക് അനുഭവപ്പെട്ടു. വിറവുകൊണ്ട അതിരത്തിലേക്ക് അവൻ്റെ ചുണ്ടുകൾ താണമർന്നു. പൊടുന്നനെ വാതിലിൽ ആരോ തട്ടുന്നത് കേട്ട് രണ്ടുപേരും ഞെട്ടി പിടഞ്ഞു മാറി. കോളിംഗ് ബെൽ ശബ്ദിച്ചുകൊണ്ടേയിരുന്നു. കൂട്ടത്തിൽ തുടരെ വാതിലിൽ ശക്തിയായി ഇടിക്കുന്ന ശബ്ദവും. ദിലീപൻ പരിഭ്രാന്തനായി എഴുന്നേറ്റു. ആതിര പേടിയോടെ അവനെ നോക്കി. നീ ധൈര്യമായിരിക്കുക. ദിലീപൻ ചെന്ന് വാതിൽ തുറന്നു. അവൻ്റെ ഉറ്റ സുഹൃത്തും അയൽവാസിയുമായ ഹർഷൻ വാതിൽക്കൽ നിൽക്കുന്നത് കണ്ട് അവന് ആശ്വാസമായി. ദിലീപ്, നീ ഇങ്ങ് വന്നേ. ഹർഷൻ അവനെ വിളിച്ച് മുറിയിൽ നിന്നും പുറത്തിറക്കി. ദിലീപ് വാതിലടച്ചു. അവർ കോറിഡോറിലേക്ക് മാറി നിന്നു. ആതിര ഭയപരവശയായി കട്ടിലിരുന്നു. ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന് ഒരു നിമിഷം അവൾക്ക് തോന്നി. വീട്ടിലുള്ളവർ ഇപ്പോൾ തന്നെ അന്വേഷിച്ച് പായുകയായിരിക്കും. ദിലീപൻ പെട്ടെന്ന് വാതിൽ തുറന്ന് മുറിയിലേക്ക് വന്നു. വേഗം പോകാനൊരുങ്ങിക്കോ, നമ്മൾ റൂം വിടുകയാണ്, ദിലീപൻ പറഞ്ഞു. എന്തു പറ്റി? ആതിര ഉൾക്കിടലത്തോടെ ചോദിച്ചു. എല്ലായിടത്തും അറിഞ്ഞു കഴിഞ്ഞു. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഹോട്ടലിലും ലോഡ്ജുകളിലുമെല്ലാം തിരഞ്ഞു നടക്കുക. ഈശ്വര, നമ്മൾ എങ്ങോട്ട് പോകും? വഴിയുണ്ട്, വാ. ആതിര വേഗം തൻ്റെ ഡ്രസ്സുകൾ വാരിയടുക്കി ബാഗിനുള്ളിലാക്കി. മുറി വിട്ടിറങ്ങുമ്പോഴേക്ക് അവളുടെ കണ്ണുകൾ തുളുമ്പിയിരുന്നു. അവർ റിസപ്ഷനിലെത്തുമ്പോഴേക്ക് ഹർഷൻ ബില്ല് തീർത്ത് കാത്തു നിൽപ്പുണ്ടായിരുന്നു. താക്കോൽ കൗണ്ടറിൽ ഏൽപ്പിച്ച ശേഷം ദിലീപനും ആതിരയും അങ്കണത്തിലേക്ക് ഇറങ്ങി. ഹർഷൻ അവരെ ഒരു കറുത്ത അംബാസഡർ കാറിനടുത്തേക്ക് കൊണ്ടുപോയി. കാറിലോട്ട് കയറിക്കോ, ഹർഷൻ പറഞ്ഞു. ഇത് ആരുടെ കാറാ? നമ്മളെന്തിനാ കാറിൽ കയറുന്നേ? ആതിര സംശയത്തോടെ ചോദിച്ചു. ഈ കാറിൽ നിങ്ങളെ സുരക്ഷിത സ്ഥാനത്തെത്തിക്കും. നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടെ വിട്ടുപോയേ പറ്റൂ, ഹർഷൻ പറഞ്ഞു. കേറ്, ദിലീപൻ ആതിരയോട് പറഞ്ഞു. അവൾ പേടിയോടെ അവനെ നോക്കി. പേടിക്കാനൊന്നുമില്ലെന്ന്. ദിലീപൻ കാറിൽ കയറിയിട്ട് അവളെ കൈപിടിച്ച് കയറ്റി. ഹർഷൻ മുൻസീറ്റിൽ കയറി. പാർക്കിംഗ് ഏരിയയിൽ തൊട്ടപ്പുറത്ത് കിടന്ന കാറിൻ്റെ ഹെഡ്ലൈറ്റുകൾ തെളിഞ്ഞു. അത് മുമ്പേ നീങ്ങി. ഹർഷൻ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ആൾക്ക് ആംഗ്യം കൊണ്ട് നിർദ്ദേശം നൽകി. മുമ്പേ പോയ കാറിനെ പിന്തുടർന്ന് കറുത്ത അംബാസഡർ കാർ നീങ്ങി. കൽപ്പാത്തിയിലെ നമ്മുടെ കോളനി മുഴുവൻ പോലീസ് കീഴ്മേൽ മറിച്ചു നിന്നെ കണ്ടുപിടിക്കാൻ. പിന്നിലേക്ക് നോക്കി ഹർഷൻ പറഞ്ഞു. നിന്നെ മാത്രമല്ല, എന്നെയും തിരിയുന്നുണ്ടവർ. നിന്നെ എന്തിനാ? ദിലീപൻ ചോദിച്ചു. ഞാനല്ലേ നിങ്ങൾക്ക് സപ്പോർട്ട്. അവരതറിഞ്ഞു. എന്നെ പിടിച്ചാൽ നിങ്ങൾ എവിടുണ്ടെന്ന് അറിയാമല്ലോ. കാർ ഹൈവേയിലേക്ക് കടന്നു. ഒരു 80 കിലോമീറ്റർ വേഗത്തിൽ പാഞ്ഞു പോയിക്കൊണ്ടിരുന്നു. 1.5 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം കാർ ഒരു കെട്ടിടത്തിൻ്റെ മുന്നിൽ ചെന്ന് നിന്നു. ആതിര ചുറ്റും നോക്കി. 4 കെട്ടിൻ്റെ ആകൃതിയിലൊരു കോൺക്രീറ്റ് കെട്ടിടം. 4 നിലയുണ്ട്. നടുമുറ്റം പോലെ പാർക്കിംഗ് പ്ലേസ്. മുമ്പേ വന്ന കാർ ഒരരികിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഹർഷൻ ഇറങ്ങിയ കാറിനടുത്തേക്ക് പോയി. അതിൻ്റെ വിൻഡോവിലൂടെ അകത്തിരിക്കുന്നവരോട് സംസാരിക്കുന്നത് കാണാമായിരുന്നു. ഹർഷൻ തിരികെ വന്ന് കാറിൽ നിന്നും ഇറങ്ങാൻ ദിലീപിനോടും ആതിരയോടും ആവശ്യപ്പെട്ടു. രണ്ടുപേരും ഇറങ്ങി. ഹർഷൻ അവരെ കെട്ടിടത്തിൻ്റെ റിസപ്ഷൻ കൗണ്ടറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഉറക്കം തൂങ്ങിക്കൊണ്ടിരുന്ന റിസപ്ഷനിസ്റ്റിനെ ഹർഷൻ വിളിച്ചുണർത്തി. 27ൻ്റെ ചാവി എന്ന് പറഞ്ഞപ്പോൾ താക്കോൽ എടുത്തു കൊടുത്തു. താഴത്തെ നിലയിലുള്ള 27-ാം നമ്പർ റൂമിൻ്റെ വാതിൽ തുറന്നു കൊടുത്തിട്ട് ഹർഷൻ പറഞ്ഞു. രാവിലെ കാണാം, ഗുഡ് നൈറ്റ്. ഹർഷൻ തിരികെ പോയി. ദിലീപനും ആതിരയും അകത്തു കയറി വാതിലടച്ചു. ആതിര ചുറ്റുപാടും നോക്കി. വിശാലമായ AC മുറി, വിസ്താരമേറിയ ബെഡിൻ്റെ തലയ്ക്കൽ ഭിത്തിയിൽ ബെഡ് മുഴുവൻ കാണാവുന്ന നിലക്കണ്ണാടി, വിലപിടിപ്പുള്ള ഫർണിച്ചറുകൾ. ലഗേജ് അലമാരയിൽ വെച്ചിട്ട് ദിലീപൻ ആതിരയുടെ അടുത്തേക്ക് വന്നു. അവളെ വാരിപ്പുണർന്ന് ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു. അവൾക്ക് അവനോട് പല സംശയങ്ങളും ചോദിക്കണമെന്നുണ്ടായിരുന്നു. ദിലീപൻ അവളെ പൊക്കിയെടുത്ത് കിടക്കയിലിട്ടു. അവൾ എന്തോ ചോദിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും തൻ്റെ ചുണ്ടുകൾ കൊണ്ട് അവളുടെ നാവിന് മുദ്ര വെച്ചു. കിടക്കയിൽ അവൻ അവളെയും കൊണ്ട് കെട്ടിമറിഞ്ഞു. അവളുടെ മുടി അഴിഞ്ഞു ചിതറി. അവളുടെ ഉടുപുടവുകളുടെ കുടുക്കുകൾ തേടി അവൻ്റെ മുഖം അലഞ്ഞു. ആതിരയ്ക്ക് താൻ ഓളങ്ങൾക്ക് മീതെ പൊന്തിക്കിടക്കുന്ന പാവയാണെന്ന് തോന്നി. ഓളമടിക്കുന്നു. ഓളക്കുന്നിലേക്ക് ഉയരുന്നു. ഓളം പിൻവാങ്ങുന്നു. ജലപ്പരപ്പിൻ്റെ അഗാധതയിലേക്ക് നിപതിക്കുന്നു. മേനിയിലെമ്പാടും വസന്തകാലത്തിൻ്റെ പൂമുട്ട് വിടരുന്നു. പൂമണവും പൂന്തേനും ചിന്തുന്നു. ശലഭത്തിൻ്റെ പിടിച്ചിൽ പോലുള്ള അവളുടെ ദുർബലമായ എതിർപ്പുകളും ക്രമേണ അലിഞ്ഞലിഞ്ഞില്ലാതായി. ഹർഷൻ രാവിലെ എത്തി. വാതിലിൽ മുട്ടിവിളിക്കുമ്പോൾ രണ്ടുപേരും കെട്ടിപ്പുണർന്ന് ഗാഢ സുഷുപ്തിയിലായിരുന്നു. ഹർഷൻ വാതിലിൽ ഇടിച്ചിടിച്ച് അവരെ ഉണർത്തി. ഹണിമൂണൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് വേഗം റെഡിയാകുക. 10 മണിക്ക് മുമ്പേ തൃശ്ശൂരെത്തണം. തൃശ്ശൂരെന്തിനാ? ദിലീപൻ ചോദിച്ചു. അവിടുത്തെ സബ് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് വേണം മാരേജ് രജിസ്റ്റർ ചെയ്യാൻ. പാലക്കാട്ടെ സബ് രജിസ്റ്റർ ഓഫീസിലൊക്കെ കാവലുണ്ട്. നിങ്ങൾ അവിടെ എത്തുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ. 9 മണിയോടെ ദിലീപനും ആതിരയും പോകാനൊരുങ്ങി. കാർ അവർക്ക് വേണ്ടി കാത്തു കിടന്നിരുന്നു. അവരുടെ പൈലറ്റ് വാഹനം പോലെ ഒരു ലാൻസർ കാർ മുമ്പേ നീങ്ങി. 1/2 മണിക്കൂറിനകം തൃശ്ശൂരിൽ വിവാഹ ഉടമ്പടി എഴുതിയുണ്ടാക്കി സബ് രജിസ്ട്രാർ കച്ചേരിയിൽ
അത് സമർപ്പിച്ച് രജിസ്റ്റർ ചെയ്യുമ്പോഴേക്കും സമയം ഉച്ചയ്ക്ക് 1 മണി. അവിടെ നിന്ന് തിരികെ പാലക്കാട്ടേക്ക്. ചന്ദ്രബാബു മകളെക്കുറിച്ച് ഒരു വിവരവും കിട്ടാതെ വിഷണ്ണനായി സിറ്റൗട്ടിൽ ഇരിക്കുമ്പോഴാണ് രഘുവരൻ്റെ ഫോൺ കോൾ. ഗീതാമണി കോഡ്ലെസ് ചന്ദ്രബാബുവിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തു. ബാബു ഏട്ടാ, അവർ തിരിച്ചെത്തിയെന്ന്. ആര്? ആതിരയും അവനും. കൽപ്പാത്തിയിലെ കോളനിയിലുണ്ട് അവർ. വിവരം പറഞ്ഞ് പോലീസ് അങ്ങോട്ട് പോയിട്ടുണ്ട്. ചന്ദ്രബാബുവിൻ്റെ സപ്തനാടികളെ സടകുടഞ്ഞുണർന്നു. പിടഞ്ഞെണീറ്റ് അയാൾ ചോദിച്ചു, നീ എങ്ങനെ അറിഞ്ഞു? സത്യമാണോടാ ഇത്? പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിഞ്ഞതാ. പോലീസ് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് വരാം, എന്നിട്ട് നമുക്ക് ഒന്നിച്ചു പോകാം. രഘുവരൻ്റെ സ്വരം നിലച്ച ഉടനെ ചന്ദ്രബാബു ആഹ്ലാദത്തോടെ ഗീതാമണിയുടെ നേർക്ക് തിരിഞ്ഞു. അവളെ കണ്ടുപിടിച്ചെന്ന്, മറ്റവൻ്റെ വീട്ടിലുണ്ടെന്ന്. രഘുവ വിളിച്ചത്. ഇനി എന്തിനാ നമുക്കവളെ? ഗീതാമണിയുടെ ശബ്ദം മരവിച്ചിരുന്നു. ഗീതയെ ചന്ദ്രബാബു ഉൾക്കിടലത്തോടെ വിളിച്ചു. ഒരു രാത്രി അവൻ്റെ കൂടെ കഴിഞ്ഞില്ലേ, ഇനി അവളെ ആർക്കു വേണം? ആ ചോദ്യത്തിന് മുമ്പിൽ ചന്ദ്രബാബു തളർന്നുപോയി. ഈ നിമിഷം വരെ തങ്ങളുടെ മകൾ എവിടെയുണ്ടെന്നറിയാതെ മനസ്സിൽ കൊടുങ്കാറ്റുമായി കാത്തിരിക്കുകയായിരുന്നു അവർ. ദിലീപൻ എന്നു പേരുള്ള ഒരു ബസ് കണ്ടക്ടറുമായി തങ്ങളുടെ മകൾ ഇഷ്ടത്തിലായിരുന്നെന്നറിഞ്ഞപ്പോൾ തന്നെ ഒരു ഏകദേശ ധാരണ കിട്ടി. പോലീസ് അന്വേഷിച്ചപ്പോൾ ദിലീപിനെയും കാണാനില്ല എന്നറിഞ്ഞതോടെ കാര്യങ്ങൾ വ്യക്തമായി. ഇന്നലെ അവരെവിടെയായിരുന്നെന്നേ അറിയേണ്ടിയിരുന്നുള്ളൂ. അരമണിക്കൂറിനുള്ളിൽ രഘുവരൻ എത്തിച്ചേർന്നു. ശ്രീനിവാസൻ കൊല്ലങ്കോട് പോയിരിക്കുകയായിരുന്നു. മൊബൈലിൽ വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ്. രഘുവരനും ചന്ദ്രബാബുവും കൂടി ബൊലീറോയിൽ കയറി കൽപ്പാത്തിയിലേക്ക് പോയി. അവർ കോളനിയിലെത്തി. ദൂരെ നിൽക്കുമ്പോഴേ ചന്ദ്രബാബുവും രഘുവരനും കണ്ടു വലിയ ആൾക്കൂട്ടം. പോലീസ് വാഹനങ്ങൾ. വണ്ടി റോഡരികിൽ ഒതുക്കി നിർത്തിയിട്ട് ചന്ദ്രബാബുവും രഘുവരനും ഇറങ്ങി. അവർ കോളനിയിലേക്ക് നടന്നു. കോളനിയിൽ വലിയ ബഹളം നടക്കുന്നുണ്ടെന്ന് തോന്നി. 500ഓളം ആളുകൾ ഒരു പ്രദേശത്തെ വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോലീസിനെ പോലും പ്രതിരോധിച്ചുകൊണ്ടാണ് നിൽപ്പ്. കൊല്ലങ്കോട് SIയെ ചന്ദ്രബാബു അവിടെ വെച്ച് കണ്ടു. അയാളാണ് കാര്യങ്ങൾ വിശദീകരിച്ചത്. ദിലീപൻ എന്നയാളുടെ കുടിലിൽ ആതിരയുണ്ട്. പക്ഷെ കോളനിക്കാർ പോലീസിനെ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. ദിലീപനും ആതിരയും തമ്മിലുള്ള രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു. ഇനി അവളെ കോടതിയിൽ ഹാജരാക്കിക്കൊള്ളാം എന്നാണ് അവരുടെ നിലപാട്. എന്തായാലും പോലീസിന് വിട്ടുതരില്ല എന്ന ഉറച്ച നിലപാടിലാണ് അവർ. എനിക്കെൻ്റെ മകളെ ഒന്ന് കണ്ട് സംസാരിക്കാൻ പറ്റുമോ? അതിനൊരവസരം ഉണ്ടാക്കി തന്നാൽ മതി. ഞാൻ വിളിച്ചാൽ അവൾ എൻ്റെ കൂടെ വരൂ, ഉറപ്പാ, ചന്ദ്രബാബു പറഞ്ഞു. SI അയാളെ ആൾക്കൂട്ടത്തിന് നേർക്ക് കൊണ്ടുപോയി. പാലക്കാട് DYSPയും CIയും മറ്റ് പോലീസ് സേനാംഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ചന്ദ്രബാബുവിന് സ്വന്തം മകളുമായി സംസാരിക്കാൻ ഒരവസരം കൊടുക്കണമെന്ന് DYSP കോളനിക്കാരോട് അഭ്യർത്ഥിച്ചു. കോളനി നിവാസികൾ സമ്മതിച്ചു. ചന്ദ്രബാബുവിനെ ഒരാൾ ദിലീപൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. നഗരത്തിൽ നിന്നുള്ള മലിന ജലം ഒഴുകുന്ന നാറുന്ന ഓടയ്ക്കരികിലുള്ള ഒരു കുടില്. ഓടയ്ക്ക് ഇരുവശത്തും ചേരിയാണ്. ഓടയ്ക്ക് മീതെ പാലം പോലെ ഇട്ട പലകയിൽ കൂടി ചാവട്ടി കയറുന്നത് ദിലീപിൻ്റെ തിണ്ണയിലേക്കാണ്. മണ്ണ് കുഴിച്ച് നിർമ്മിച്ച ഭിത്തികളുള്ള 2 മുറികൾ, ഈച്ചയാർക്കുന്ന അടുക്കളയും ഒരു കിടപ്പറയും. ദിലീപൻ തിണ്ണയിലേക്ക് വന്നു. ചന്ദ്രബാബുവിനെ അവൻ തിരിച്ചറിഞ്ഞു. എൻ്റെ മോളെ ഒന്ന് കാണണം, ചന്ദ്രബാബു പറഞ്ഞു. ദിലീപൻ പോയി അല്പം കഴിഞ്ഞ് തിരികെ വന്നു. അവൾക്ക് കാണേണ്ടത്. അവളെവിടെയാ? ഞാൻ അങ്ങോട്ട് ചെല്ലാം. അവൾക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ട, ദിലീപൻ പരുഷ സ്വരത്തിൽ പറഞ്ഞു. അവളുടെ അച്ഛനാടാ ഞാൻ അവളുടെ ഭർത്താവാ. ചന്ദ്രബാബുവിൻ്റെ മുഖം മുറുകി, കടപ്പല്ല് ഞെരിഞ്ഞു. ദിലീപിനെ നോക്കുമ്പോൾ അയാളുടെ കണ്ണിൽ തീപ്പൊരി ചിതറിക്കൊണ്ടിരുന്നു. കൈ ചുരുട്ടി ഒറ്റയിടി കൊടുത്താൽ ഓടയിലേക്ക് മൂക്കുകുത്തി വീഴാനുള്ളതേ ഉള്ളൂ അവൻ. തൻ്റെ മകളെ പ്രേമിച്ച് പിഴപ്പിച്ചവൻ. രജിസ്റ്റർ വിവാഹമെന്നൊരു മുദ്ര കുത്തി നാറിപ്പുഴുത്ത ഓടയ്ക്കരികെ കൊണ്ടുചെന്നിട്ടിരിക്കുന്നവൻ. തൻ്റെ പ്രതാപകാരമായിരുന്നെങ്കിൽ ഈ കോളനി തന്നെയും ചുട്ടരിച്ച് കളഞ്ഞേനെ എന്ന ചിന്തയിൽ ചന്ദ്രബാബു എരിപൊരി കൊണ്ട് ഏതാനും നിമിഷം നിന്നു. പിന്നെ സകല പേശികളും തകർന്നവനെപ്പോലെ, സകല ഞരമ്പുകളും ക്ഷയിച്ചവനെപ്പോലെ തിരിച്ചു നടന്നു. DYSPയുടെ അടുത്തെത്തിയപ്പോൾ കണ്ട കാഴ്ച ചന്ദ്രബാബുവിനെ ഞെട്ടിച്ചു. കാർത്തികേയൻ DYSPയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ചന്ദ്രബാബുവിനെ കണ്ടതും കാർത്തികേയൻ്റെ ചുണ്ടിൻ്റെ കോണിൽ ഒരു പുച്ഛ ചിരി പരന്നു. ഇയാൾക്കിവിടെ എന്താണ് കാര്യമെന്ന് മനസ്സിലാകാതെ ചന്ദ്രബാബു നടന്നു നീങ്ങി. പിന്നീട് പാലക്കാട് CI ആണ് ചന്ദ്രബാബുവിനോട് കാര്യങ്ങൾ വിശദീകരിച്ചത്. ഇന്നലെ കല്യാൺ ഹോട്ടലിൽ വെച്ച് 2 പേരെയും കയ്യോടെ പിടികൂടേണ്ടതാണ്. റെയ്ഡിന് ഞങ്ങൾ എത്തുന്നതിന് 5 മിനിറ്റ് മുമ്പേ നിങ്ങളുടെ മകളും അവനും അവിടെ നിന്ന് കടന്നു കളഞ്ഞത്. ഞങ്ങൾ ഓരോ ഹോട്ടലും ഓരോ ലോഡ്ജും പരിശോധിച്ച് വരികയായിരുന്നു. അവരെങ്ങനെ അറിഞ്ഞ വിവരം? ചന്ദ്രബാബു തിരക്കി. അവരൊന്നും അറിഞ്ഞില്ലായിരുന്നു. കാർത്തികേയൻ്റെ ആൾക്കാർ വന്ന് അവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയത്. ദിലീപിൻ്റെ ഒരു സുഹൃത്തിനെ അവർ കൂട്ടുപിടിച്ചു. എന്നിട്ട് അവരെ കാറിൽ കയറ്റി തൃശ്ശൂരിനടുത്ത് പട്ടിക്കാട്ട് കൊണ്ടുപോയി ഒരു ഹോട്ടലിൽ AC റൂം എടുത്ത് താമസിപ്പിച്ചു. രാവിലെ തന്നെ അവരെ കാറിൽ കയറ്റി തൃശ്ശൂർ കൊണ്ടുപോയി രജിസ്റ്റർ വിവാഹം കഴിപ്പിച്ചു. അതൊന്നും സാരമില്ലായിരുന്നു. അവരവിടെ തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ നേരെ ചെന്ന് 2നെയും പിടികൂടി അവനെ കോടതിയിൽ ഹാജരാക്കുകയും അവളെ നിങ്ങൾക്ക് വിട്ടുതരികയും
ആ മാരേജ് ഡീഡ് കീറിക്കളയുകയും ചെയ്തിരുന്നെങ്കിൽ അതോടെ എല്ലാം തീർന്നേനെ. പക്ഷേ അവിടെയും കാർത്തികേയൻ തടസ്സം നിന്നു. എന്തു തടസ്സം? അവനും അവൻ്റെ ആൾക്കാരും കൂടിയ കോളനിക്കാരെ ഇളക്കിയത്. ദിവസക്കൂലി കൊടുത്ത് ഇളക്കിയതാ. അല്ലെങ്കിൽ ഒരുത്തരും പോലീസിൻ്റെ മുന്നിൽ ഇങ്ങനെ ഞെളിഞ്ഞു നിൽക്കില്ല. എന്നു മാത്രമല്ല, ഈ കാണുന്ന ആൾക്കാരിൽ പകുതിയും കോളനിക്കാരല്ല. കാർത്തികേയൻ കൊണ്ടുവന്ന് ഇറക്കിയതാ. ഓമാരാ മറ്റുള്ളവരെ കൂടി വകഞ്ഞു നിർത്തിയേക്കുന്നത്. നിങ്ങൾക്ക് ലാത്തി ചാർജ് നടത്തി അവരെ വിരട്ടി ഓടിച്ചുകൂടെ? നിയമം നടത്താൻ തടസ്സം നിൽക്കുന്നവരെ നേരിടാനല്ലേ ലാത്തിയും ടിയർ ഗ്യാസും ഒക്കെ. അതിന് SP യുടെ ഉത്തരവ് വേണം. SP DYSPയെ വിളിച്ച് പറഞ്ഞിരിക്കുക പ്രകോപനത്തിനൊന്നും മുതിരണ്ടാന്ന്. സമാധാനപരമായിട്ട് പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം മതിയെന്ന്. പോരെ? കാർത്തികേയൻ അവിടെ സ്വാധീനിച്ചിരിക്കുക. ശരിക്ക് കാർത്തികേയനല്ല ഇതിൻ്റെയൊന്നും പിന്നിലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ചന്ദ്രബാബുവിന് എല്ലാം മനസ്സിലായി. ഇനി വിശദീകരണങ്ങളൊന്നും വേണ്ട. അയാൾ വണ്ടി പാർക്ക് ചെയ്തിടത്തേക്ക് തലയും കുനിച്ച് നടന്നു. രഘുവരൻ അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. എന്തായി ബാബുവേട്ടാ? അവൻ ഉത്കണ്ഠയോടെ ചോദിച്ചു. രക്ഷയില്ലടാ, മീനാക്ഷിയായി ഇതിൻ്റെ എല്ലാം പിന്നിൽ. രഘുവരൻ ചന്ദ്രബാബുവിനെ നോക്കി അന്തം വിട്ടു നിന്നു. നോവൽ നാളെ വീണ്ടും തുടരും.